നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സംഭാവന നൽകാതെ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു വ്യവസായിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു പാർട്ടി നേതാവ്. കേരളം അതിൻ്റെ മനോഭാവം മാറ്റുന്നുവെന്ന് ലോകത്തോട് പറയുമ്പോൾ ഇത്തരം കഥകൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ ഈ സാഹചര്യം മാറേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം പിരിവിനായുള്ള ഭീഷണികൾ ഒറ്റപ്പെട്ട സംഭവമാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. വ്യവസായികൾക്കും അതുപോലെ വ്യാപാര രംഗത്തുള്ളവർക്കും ഇന്ന് നമ്മുടെ പൊതുവേദിയിൽ കൂടുതൽ മുൻഗണന നൽകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പിരിവിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴും കേരളം നേരിടുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ടത് വ്യാപാര വ്യവസായ രംഗത്തുള്ള ആളുകളാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മൊയ്തീൻ കുഞ്ഞ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ എന്തെങ്കിലും വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ? നമസ്കാരം മനു. നമസ്കാരം. ഞാൻ വ്യവസായ രംഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. പിന്നെ പിരിവിന്റെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ? എന്റെ തൊഴിലുമായിട്ട് സംബന്ധിച്ചൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. ശരി. അപ്പൊ ഇത് ഞാൻ പറയാം, ഇത് നമ്മുടെ കേരളം ഭരിക്കുന്ന മഹാരാജാവാണ്. ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത്. ഒരു 15 മാസക്കാലം കൂടെ കേരളത്തിലെ ജനങ്ങൾ ഇത് അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. ശരി. അല്ലാണ്ട് ഇത് മാറത്തില്ല. 15 മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭരണം അവസാനിക്കും. ഇതോടുകൂടി ഈ പാർട്ടിയെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് തുറച്ചു മാറ്റും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അവസാനിക്കത്തില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ ഈ വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ കൂടുതൽ പൊതുവേദിയിൽ നിന്ന് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മറ്റ് സ്ഥിരം പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, കേരളം ഒരു നിക്ഷേപക സൗഹൃദ രാജ്യമായി അല്ലെങ്കിൽ സംസ്ഥാനമായി മാറുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത് എന്ന് കരുതാനാകുമോ? സാർ നമസ്കാരം. നമസ്കാരം. ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല സാർ. അദ്ദേഹം ഒരു വ്യവസായി ആയതുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചതുകൊണ്ട് പുറത്തു വന്നു. ഏഴകളായ പലർക്കും ഈ തിട്ടൂരം അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മളെ പ്രദേശത്ത് വരെ അനുഭവിക്കുന്നുണ്ട്. ഇതൊരു തിട്ടൂരമാണ് പാർട്ടിയുടെ. അതൊന്നും അത് ഫാസിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഫാസിസം നടപ്പാക്കുന്ന ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷമല്ലേ, അവിടെ ഒരു സ്വൈരമായിട്ട് പ്രവർത്തിക്കുന്നില്ലേ സാർ? അപ്പൊ ആ തിട്ടൂരത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. തൊട്ട് മുമ്പ് പറഞ്ഞ ബഹുമാന്യ പ്രേക്ഷകൻ പറഞ്ഞതിന് ഒരു എതിർപ്പെനിക്കുണ്ട്. 15 മാസമല്ല, അടുത്ത ഒരു 5 വർഷം കൂടി സഹിക്കേണ്ടി വരും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, എന്ത് തോന്നുന്നു? കേരളം നിക്ഷേപക സൗഹൃദമായി മാറുന്നുണ്ടോ? ഹലോ മനു, ഞാൻ ഈ വിഷയം ഞാൻ TV തുറന്നിട്ട് അതുകൊണ്ട് ഞാൻ ഈ വിഷയം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. താങ്ക് യു. ഓക്കെ. വ്യക്തമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് IBM-ലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം നമ്മുടെ വ്യവസായ മന്ത്രിക്ക് കത്തയച്ചത്. ഒപ്പം കേരളം വലിയ തോതിൽ മാറുന്നു എന്ന പ്രഖ്യാപനം വ്യവസായ മന്ത്രി നടത്തുന്നു. കേരളം വ്യവസായത്തെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് P. രാജീവ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേരളം ഒരു നഗരമായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപകമായി വ്യവസായങ്ങൾ എത്തുന്നു. ഒറ്റ നഗരമെന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ മാറുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവ് പറഞ്ഞത്. അപ്പോൾ കേരളം അങ്ങനെ വ്യവസായ അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ ഇത്തരം പിരിവുകളും ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൊച്ചിയിൽ ഇന്ന് നടന്ന സംഭവം സംഭാവന നൽകാതെ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ല എന്നാണ് യൂണിയൻ നേതാവ് ഭീഷണിപ്പെടുത്തിയത്. പ്രവാസിയായ ഒരു പെട്രോൾ പമ്പ് ഉടമയാണ് ഈ ദുരവസ്ഥയ്ക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തിയപ്പോൾ ആണ് ഈ ടാങ്കർ ലോറി അവിടെ തൊഴിലാളി നേതാവ് പിടിച്ചിട്ടത്. പിന്നീട് ടോക്കൺ നൽകിയിട്ടും വാഹനം അകത്തേക്ക് കടത്തിവിട്ടില്ല. 10,000 രൂപയാണ് പിരിവ് ആവശ്യപ്പെട്ടത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ പിരിവിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്? എനിക്ക് എന്തായാലും കള്ളം പറയുന്നില്ല, ഞാൻ പിരിവിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോയിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. കേട്ടാ? ഹലോ, കേൾക്കുന്നു.
പക്ഷെ ഞാൻ പിരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരി. പിരിവ് നിർബന്ധ പിരിവാണോ നടത്തുന്നത്? ഞാൻ പാർട്ടിക്കാരെ കൂടെ ചേർന്ന് ഞാൻ പിരിവിന് പോയിട്ടുണ്ട്. അവര് പറയുന്ന നാണം കെട്ട വാക്കുകൾ കേട്ട് മടുത്ത് ഇനി മേലാൽ എന്നെ പിരിക്കാൻ വിളിച്ചു പോലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അത് ശരി. പാർട്ടിക്കാര് വിളിച്ചോണ്ട് പോയപ്പോ അവരുപയോഗിക്കുന്ന ഭാഷയും കാര്യങ്ങളും ആളായിട്ട് നിൽക്കുന്ന ആളല്ലേ ഞാൻ. ഒരു പാർട്ടിയുടെ യൂണിയന്റെ ആളായിട്ട് നിൽക്കുന്ന സമയത്ത് യവന്മാര് പിന്നെ നമുക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് അറിയാന്നുള്ള ആളുകളെ അടുത്തൊക്കെ നമ്മളെ വിളിച്ചോണ്ട് പോകും പിരിവിന് വേണ്ടി. അപ്പൊ അവര് പിന്നീട് നമ്മളെ മാത്രം തമ്മിൽ കാണുമ്പോൾ ചോദിക്കും, മേലാൽ ഇനി ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ഞങ്ങളെ കാമ്പൗണ്ടിനകത്ത് കയറി പോകല് ഒരുമാതിരി മറ്റൊരു നീ വന്നുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി ദയവ് ചെയ്ത് എന്നെ ഇനി വിളിക്കരുത് എന്ന് പറഞ്ഞ് കാര്യം പറയും. ഇപ്പൊ ഈ പിരിവിന് പോകുമ്പോ മനു വേറൊരു സംഭവമുണ്ട്. എല്ലാരെയും കൊണ്ടുപോകില്ല. കൊടി വയ്ക്കാനും കുഴിയെടുക്കാനും മുദ്രാവാക്യം വിളിക്കാനും പിന്നെ ഇതിന് മാത്രമേ ഈ മറ്റുള്ള പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള എന്നെ പോലുള്ളമാരെ മതി അവർക്ക്. പിരിവിന് പോകുമ്പം ഈ ചോട്ട നേതാക്കന്മാർ 1, 2, 3 പേരെ പോവുള്ളൂ. കാരണം ഇതിനൊരു കണക്കുണ്ട്. ഒരു പാർട്ടി സമ്മേളനം എന്തെങ്കിലും വരുന്ന സമയത്ത് ഇപ്പൊ എന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങൾ എത്ര വേണോ തിരിച്ചോ, എത്ര കുറ്റി വേണമെങ്കിലും തരും. നിങ്ങൾ അറിയാതെ അടുത്ത ബാക്കിൽ നിന്ന് വേണ്ടവർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ പറയുന്നത്. എത്ര കുറ്റി വേണമെങ്കിലും തരും, നമുക്ക് എത്ര വേണോ തിരിച്ചെടുക്കാം. അവര് പറയുന്ന ഒരു 10 രൂപ വേണമെങ്കിൽ ആ 10 രൂപ നമ്മൾ അവിടെ കൊടുത്താൽ മതി. അത് ശരി. ഇതാണ് സത്യം. നിങ്ങൾക്ക് അറിയില്ല ഇതൊന്നും. ഇതാണ് യഥാർത്ഥ സത്യം. ഞങ്ങൾക്ക് വേണമെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിരിക്കാം, എത്ര വേണോ പിരിക്കാം. അതിന് കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അത് ശരി. ഇന്ന് ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ ഇന്ന് ഈ തൊഴിലാളി നേതാവ് പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഈ വ്യവസായി പറയാണ് ഞാൻ 1000 രൂപ തരാം എന്ന് പറഞ്ഞപ്പോ ഈ തൊഴിലാളി നേതാവ് പറയാണ് അത് വല്ല അനാഥ പിള്ളേർക്ക് ചായ വാങ്ങിക്കൊടുക്കും. ഒരു അനാഥ ബാലന് ചായ വാങ്ങിക്കൊടുക്കുന്നത് എത്ര മഹത്തരമായ ഒരു ദൗത്യമാണെന്ന് അറിയാത്തവനാണ് തൊഴിലാളി നേതാവായി പോകുന്നത്. നിങ്ങൾ കുറെ കാലം മുമ്പ് പോത്തങ്കോട്ട് ഒരു പാവപ്പെട്ട അണ്ണാച്ചിയുടെ കവാലത്തിലടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? CCTV ദൃശ്യം കാണിച്ചോണ്ടിരുന്നത് ഒറ്റയടി ഒരു പാവപ്പെട്ട തമിഴ് അണ്ണാച്ചിര അങ്ങനെ ഈ അണ്ടി കപ്പലിന്റെ മറ്റേത് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലാണ്. പിരിവ് കൊടുത്തില്ല. അപ്പൊ അടി കൊടുത്തു. പിരിവ് കൊടുത്തില്ല. പിരിവ് കൊടുത്തില്ല എന്നല്ല, അങ്ങേര് 1000 രൂപ ചോദിച്ചപ്പോ അങ്ങേര് 500 രൂപ കൊടുത്തു. അപ്പോൾ അടിയും കിട്ടി. അത് 500 രൂപ നിന്റെ കൊണ്ടുപോടാൻ വേണ്ട ഒറ്റയടി. പിന്നെ എന്തെല്ലാം കാല് പിടിച്ചെന്നറിയാതെ പിന്നെ എന്തെല്ലാം പറഞ്ഞ ആരെല്ലാം ഇടപെട്ടെന്നറിയാതെ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കുറ്റി ഇനി മനു കേട്ടോ, കുറ്റിയും പിരിവും ഇല്ലെങ്കിൽ അണികളില്ല. അവർക്ക് ജീവിക്കാൻ വേറെന്താ മാർഗം ഒന്ന് പറഞ്ഞു തന്നെ. ഇതുപോലെ സമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ? ഞങ്ങൾക്ക് പിന്നെ വല്ല വൈകുന്നേരത്തിന് എവിടെയെങ്കിലും കൂടാൻ ഞങ്ങളെ പൈസ വേണ്ടേ? ഞങ്ങൾക്ക് കുറ്റി ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് പിരിച്ച് ഞങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലല്ലേ ഞങ്ങളെ കൊണ്ട് ഈ പിന്നെ അല്ല ഞങ്ങൾക്ക് പാർട്ടിക്കാരാണെങ്കിലും പൈസ തരണ. ഇതുപോലെ വരണ കൂടെ വരണ പരിപാടിയൊക്കെ പിരിക്കാൻ പോകുമ്പോഴാണ് ഞങ്ങളെ കയ്യിൽ 10 പൈസ തരണത്. ഇതിനാണ് ഞങ്ങൾ മെനക്കെട്ട് കൊടിയും പിടിച്ച് കൂടെ നടക്കണം. അല്ല ഞങ്ങൾ ചുമ്മാ കാണാൻ നടക്കണമെന്ന് വിചാരിച്ചാ കുറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി വേണ്ട, ഒന്നും വേണ്ട. ഈ അഭിപ്രായം എന്റെ തിരുവനന്തപുരത്ത് കൂട്ടാണ്ട് ചോദിക്കണം കേട്ടാ. ശരി നോക്കാം. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് ശശിധരനാണ്. വയലാറിൽ നിന്നാണ് ശ്രീ ശശിധരൻ ചേരുന്നത്. ശ്രീ ശശിധരൻ, ഈ വയലാറൊക്കെ വലിയ സമരകേന്ദ്രമായിരുന്നു പണ്ട്. അവിടെ രാഷ്ട്രീയ പ്രബോധിതരായ ജനങ്ങളാണ്. ഈ പിരിവൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടോ ശ്രീ ശശിധരൻ? പിരിവ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട്. വയലാറിനെ പറ്റി പറയുമ്പോൾ വളരെ അഭിമാനത്തോടെയും വളരെ ആവേശത്തോടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങള്. പക്ഷെ ആ അവസ്ഥയൊക്കെ മാറി, ഒരുപാട് മാറി. എന്താ അറിയാമോ, ഇപ്പൊ നാട്ടുഭാഷയിൽ ഒരു കളിയാക്ക് ഭാഷയുണ്ട്. സഹാക്കളെ മുന്നോട്ട് ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് വരാണ്, അതായത് നേതാവാണ്. നിങ്ങളങ്ങ് പൊക്കോ, 100% ഉണ്ടായിക്കോ, ഞാൻ പതുക്കെ വലിയും. പിന്നെ ഈ പിരിവിനെ പറ്റി പറയുമ്പോൾ അത് പറയട്ടെ. പിരിവിനെ പറ്റി പറയുമ്പോൾ വ്യാപാരികളും വ്യവസായികളും അല്ല മനുവിന്റെ ശരിക്കും അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളാണ്. അവർക്ക് കൊടുക്കുന്ന കാശിന്റെ അടിയും തൊഴിയും കിട്ടുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. കാരണം ഇന്ന് അവര് 1000 രൂപ പിരിവ് കൊടുത്തെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളല്ലേ ഇവർക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഈ വ്യാപാര വ്യവസായ മേഖലയിൽ ഇത്രയും വില വർദ്ധിപ്പിക്കണത് ഇവിടുത്തെ അനധികൃതമായ പിരിവാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ വ്യക്തമാണ് ശ്രീ ശശിധരന്റെ വാക്കുകൾ. ജോയ് വിളിക്കുന്നത് കുണ്ട്രയിൽ നിന്നാണ്. ശ്രീ ജോയ്, നമ്മുടെ കേരളത്തിൽ പണ്ട് പിരിവ് കൊടുക്കാത്തവർക്ക് അടി കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പം കേരളം നിക്ഷേപക സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറുകയാണ്. കേന്ദ്ര വ്യവസായ അതുപോലെ കേരള വ്യവസായമൊക്കെ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നല്ല രീതിയിൽ മുന്നേറുന്നു.
പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടതാണോ ശ്രീ ജോയ്? ശ്രീ ജോയ് കേൾക്കാമോ? സാറേ സാറേ ഞാനൊരു ചെറുകിട വ്യവസായിയാണ്. ശ്രീ ജോയ് എന്താണ് എന്ത് വ്യവസായമാണ് ചെയ്യുന്നത്? നമ്മൾ ചെറിയ കച്ചവടക്കാരനാണ്. ചെറിയ കച്ചവടം. CPM ഒരു CPI അനുഭാവിയുമാണ്. CPI അനുഭാവിയാണ്. CPIക്കാരും CPMകാരുമാണ് നമ്മുടെ കടയിൽ കയറി ഏറ്റവും കൂടുതൽ പിരിവ് ആവശ്യപ്പെടുന്നത്. അത് ശരി. അപ്പൊ സ്വന്തം പാർട്ടിക്കാരെ തന്നെയാണ് വന്ന് പ്രയാസപ്പെടുത്തുന്നത് അല്ലേ? ഇവര് നമ്മളെ ഭീഷണിപ്പെടുത്തും. നമ്മളെ വേറെ രീതിയിൽ ഇവർ ഭീഷണിപ്പെടുത്തും. ഒരു കോൺഗ്രസ്സുകാർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ അവരപ്പോഴേ പിരിഞ്ഞാൽ പോകത്തേ ഉള്ളൂ. ഇവരങ്ങനല്ല, നമ്മളെ ഭീഷണിപ്പെടുത്തിയ. അത് ശരി. അപ്പൊ ഈ ജോയി CPI കാരനാണല്ലോ, അപ്പൊ പാർട്ടി യോഗങ്ങളിലൊക്കെ ഇത് പറയാറില്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത് എന്നൊക്കെ? അല്ല സാറേ, അത് പറഞ്ഞാൽ ഇവർ കേൾക്കുന്നുണ്ട് സാറേ. ഇവർക്ക് പൈസ മതി സാറേ. അത് ശരി. ഇത് ഞാൻ ചോദിക്കട്ടെ ശ്രീ ജോയ്, ഇത് പാർട്ടി നേതാക്കളുടെ അനുമതിയോട് കൂടിയാണോ ഇവരിങ്ങനെ? 100% സാറേ, 100%. അവർ അനുമതി കൊടുക്കുകയാണ് പോയി പിരിച്ചോളാൻ? അവർ കൊടുക്കുക. ഓ, വെരി ഗുഡ്. അതാണ് നടക്കുന്നത്. ഈ വ്യവസായം ഒന്നും കേരളത്തിൽ വരുന്നില്ലല്ലോ സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിനോയ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ബിനോയ് ഒരു പൊതുപ്രവർത്തകനാണ്. ബിനോയ്, ഈ പാർട്ടി ഇതിന് മൗനാനുവാദം കൊടുക്കുന്നതുകൊണ്ടാണോ ഈ ചോട്ടാ നേതാക്കൾ പോയി വ്യവസായികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്? നമസ്കാരം. ഞാൻ രണ്ട് മേഖലയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞാൻ വ്യാപാരി കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും അതുകൂടാതെ ഒരു കോൺഗ്രസ് നേതാവുമാണ്. കോൺഗ്രസ് നേതാവായിരുന്നു, ഇപ്പൊ കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ്സുകാർ അധികം പിരിവിന് വരുന്നില്ലെന്നാണ് ഇപ്പൊ ഒരു വ്യവസായി എന്നോട് വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഞങ്ങള് ചെന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലാതെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാറില്ല. അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് പൈസ വാങ്ങാറുണ്ട്. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വ്യാപാര സ്ഥാപനങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അവർ തരുന്ന ചെറിയ പൈസകളാണ് നമ്മളുടെയൊക്കെ മൂലധനം, നമ്മളുടെയൊക്കെ ഇതിനകത്തുള്ള ഈ പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഭാഗം. അപ്പൊ ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാനും എന്റെ പാർട്ടി പറഞ്ഞൊരിടത്ത് പിരിക്കാൻ പോയി. ഒരു വലിയൊരു സ്ഥാപനം, ഞാൻ പേര് പറയുന്നില്ല, പിരിക്കാൻ പോയി. അവരത് മാന്യമായി ചോദിച്ചു, ഇത്ര ഒരു പിരിവ് തരണോ? ഒരു നമ്മളടുത്ത് ഇങ്ങോട്ട് കയറി ആക്രോശിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങോട്ട് കയറി ആക്രോശിച്ചിട്ട് ഞങ്ങളങ്ങ് മുകളില് വലിയ നേതാക്കൾക്കാണ് ഞങ്ങൾ പിരിവ് കൊടുക്കുന്നത്. അപ്പൊ എന്റെ മേഖലയിൽ ഒരു സ്ഥാപനം വരുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് സന്തോഷമാണ്. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മൾ ചേരും. നമ്മൾ അവരുടെ അടുത്ത് പിരിവ് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ ചോദിച്ചു വന്നത്, മനസ്സിലാക്കി വന്ന ബിനോയ്ക്കെതിരെ കേസ് കൊടുത്തു വ്യവസായികൾ അല്ലേ? ഒരു വ്യാപാരം വലിയൊരു സ്ഥാപനം കേസ് കൊടുത്തു. അദ്ദേഹം ചോദിച്ചോ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒന്നും ചോട്ടാ പിരിവൊന്നും തരത്തില്ല, ഞങ്ങളങ്ങ് കേന്ദ്രത്തിലാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞല്ല, നമ്മളുടെ ഏരിയയിൽ ഒരു സ്ഥാപനം വരുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക. ഇപ്പൊ ഞാൻ സ്ഥാപനം നടത്തുന്ന ആളാ. എന്റെ കടയിൽ എല്ലാ പാർട്ടിക്കാരും വന്നാലും ഞാൻ കൊടുക്കും. കാരണം നമുക്കറിയാം അവരെന്തെങ്കിലും ഒരു ടാർഗറ്റ് കണ്ടിട്ടായിരിക്കും ഈ പിരിവിന് വേണ്ടി വരുന്നത്. എന്തെങ്കിലും നേതൃത്വം പറഞ്ഞിട്ടായിരിക്കും. ഒന്നീ ഒരു സ്മാരക അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസ്, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളുടെ ആവശ്യമായിട്ടായിരിക്കും ഇവർ രസീതുമായിട്ട് വരും. അപ്പൊ നമുക്കത് അറിയാം. അപ്പൊ ഞങ്ങൾ അതുപോലെ തന്നെ വേറൊരു വലിയൊരു സ്ഥാപനം അതോ പ്രതീക്ഷയോടുകൂടി ഒരു 4 പേര് ചെന്ന് ഇത് കണക്കാണ് ഇങ്ങനെ ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ട് എന്ന് പൈസയും കിട്ടിയില്ല, പിന്നെ കേസുമായി ഇല്ലേ? പൈസയും കിട്ടില്ലെന്ന് മാത്രമല്ല കേസുമായി. അത് അവര് നമ്മളെ അവഹേളിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ, സാർ ഞാനും ഒരു സ്ഥാപനം നടത്തുന്ന ആളാ, നിങ്ങൾ മാന്യമായി നമ്മുടെ അടുത്തൊന്ന് പെരുമാറണം. കാരണം നമ്മൾ ഇവിടെ ഉള്ള ഒരു പൊതുപ്രവർത്തകരും ഒരു വ്യാപാരി നേതാവും കൂടിയാണ്. അപ്പൊ നിങ്ങൾ മാന്യമായി നമ്മുടെ അടുത്തൊന്ന് പെരുമാറിയാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോ ഇവര് എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുക. നമ്മളവർ സത്യത്തിൽ ഭീഷണിയൊന്നും പെടുത്തിയില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറുമല്ല നമ്മൾ. ഏതായാലും വ്യക്തമാണ്. മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ് ബിനോയ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം 2 വശത്തുണ്ട്, വ്യാപാരിയുമാണ് അതേസമയം പൊതുപ്രവർത്തകനുമാണ്. അപ്പോൾ കൊള്ളാം. സന്തോഷ് കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. ശ്രീ സന്തോഷേ, സന്തോഷ് വ്യവസായ വാണിജ്യ വ്യാപാര മേഖലയിൽ ഉള്ള ആളാണ്? ഒന്നുമല്ല. പിരിവിന് പോകുന്ന ആളാണോ? പിരിവിന് പോകുന്ന ആളുമല്ല, പിരിവ് അനുഭവിക്കുന്ന ആളാണ്. പിരിവ് അനുഭവിക്കുന്നു. ഒരു വ്യാപാരവും നടത്താതെ, വ്യവസായം നടത്താതെ പിരിവിന് വരികയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് അല്ലേ? വീടുകളിൽ തന്നെ, നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ല വീടുകളിലാണ് ഏറ്റവും കൂടുതൽ പിരിവിന് വരുന്നത്. ഓരോ രക്തസാക്ഷിയുടെ പറഞ്ഞ പിരിവ് വരും, പിന്നെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് പിരിവ് വരും. പിരിവ് ഒരുപാട് അനുഭവിക്കുന്നത് ഞങ്ങൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയില്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഓരോ സ്ഥാപനങ്ങൾ വരുമ്പോൾ, ഒരു റോഡിന്റെ ഇത് വരുമ്പോൾ ആ റോഡിന്റെ പണിയെടുക്കുന്ന കോൺട്രാക്ടറോട് പിരിവെടുക്കും. ആ പിരിവെടുക്കുന്ന കോൺട്രാക്ടർ എന്ത് ചെയ്യും? അയാൾ 2 ഇഞ്ചും 3 ഇഞ്ചും വീതി അങ്ങ് കുറയ്ക്കും, താറിന്റെ മിറ്റലിന്റെ ആ ക്വാണ്ടിറ്റി അങ്ങ് കുറയ്ക്കും. ആ റോഡ് പിന്നെ വേഗം പോകണം. കാരണം അയാൾ ഈ പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ക്രഷർ വന്നു. ആ ക്രഷറിന് ആദ്യം പിരിവ് കൊടുത്തു. രണ്ടാമത് അവരെ പാർട്ടിക്കാരന്റെ പിരിവ് ചോദിച്ചു. ഒരു
സമ്മേളനം നടക്കുമ്പോൾ പിരിവ് ചോദിച്ചു, അയാൾ കൊടുത്തില്ല. പിറ്റേ ദിവസം അവിടെ സമരം നടത്തി, അയാൾക്ക് പിരിവ് കൊടുക്കേണ്ടി വന്നു. കാരണം അയാളെ അത്രയും പൈസ മുടക്കി അയാൾ ഒരു ക്രഷർ തുടങ്ങിയപ്പോൾ അതിന് പൈസ കൊടുത്തില്ലെങ്കിൽ അയാളെ കൂട്ടി പോകും. ആ പിരിവ് കൊടുക്കുക. ഇവര് സമരം ചെയ്യുകയാണ് ചെയ്യുക ഏറ്റവും കൂടുതൽ. ഇപ്പം ഒരു ഗുണ്ടാ പിരിവ് പോലെയല്ല ഇപ്പൊ ഇന്ന് കാണിച്ചേക്കുന്നത്. പണം ഒരു വ്യാപാര സ്ഥാപനം ഇല്ലെങ്കിൽ നടത്തുന്നവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇവര് ചോദിച്ച പിരിവ് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നാളെ അവിടെ കൊടി കുത്തും, ഇല്ലെങ്കിൽ സമരം നടത്തും, അത് പൂട്ടിപ്പോകും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, ഏതായാലും കൃത്യമാണ്. അപ്പോൾ വ്യവസായികളെയും വ്യാപാരികളെയും മാത്രമല്ല നാട്ടുകാരെയും പിരിവിൽ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് രാജൻ. ശ്രീ രാജനാണ്, കൊല്ലത്തു നിന്നാണ് ശ്രീ രാജൻ വിളിക്കുന്നത്. ശ്രീ രാജൻ പിരിവ് കൊടുക്കാറുണ്ടോ? സാറേ, എനിക്ക് പറയാനുള്ളത് അതിഭയങ്കരമായ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവർക്ക് മാർഗമൊന്നുമില്ല. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് 2 വർഷമായി ഏതാണ്ട് 50,000 കോടിയാ കുറച്ചത്. ഇവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല ഇങ്ങനൊക്കെ ചെയ്യാൻ. ഇപ്പൊ ഉണ്ടക്കയില് പുതിയ ടൗൺഷിപ്പും വീടും എല്ലാം കൂടെ ഉണ്ടാക്കാൻ 1200 കോടി. അത് സർക്കാരിന്റെ അല്ലേ? ഞാൻ ചോദിക്കുന്നത് പാർട്ടിയുടെ പിരിവാ. ഒരു മിനിറ്റ് സാർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു 62 ലക്ഷം പേർക്ക് 1600 രൂപ വെച്ച് കൊടുക്കണം. ഈ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെന്റിന് കാശ് കിട്ടുന്നില്ല. ഇവിടെയും പ്രശ്നം ഇതില്ല. അതൊന്നും സെൻട്രൽ ഗവൺമെന്റിന് ഏത് പാർട്ടിക്കാ കാശ് കൊടുക്കുന്നത്? ഒരു മിനിറ്റ്, അല്ല, നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ആ വിഷയം വേറെ വിഷയം. അത് ഞാൻ സമ്മതിച്ചു, കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പാർട്ടികൾ കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ പോയി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്? എന്താണ് അതിന്റെ ആവശ്യം? ഞാൻ പറയാം, അത് കേൾക്കല്ല, അത് വേറെ വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് ഈ വിഷയമാണ്. അതിലേക്ക് ഞാൻ വരുന്നത്. അത് നമുക്ക് സമയമില്ല, പെട്ടെന്ന് വരണം. സെൻട്രൽ ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധം നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകേണ്ടി വരും. അല്ല, ഇത് രാജൻ സി ഇത് വിഷയം മാറ്റുകയാണ്. ഏതായാലും രാവിലെ 9 മണിക്ക് ഇന്ധനം നിറയ്ക്കാൻ ആണ് ഇത് എത്തിയത്. ഈ വാഹനം രാവിലെ 7 മണിക്കാണ് എത്തിയത്. പക്ഷേ പിന്നീട് ആ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാനായില്ല. ഇന്നലെയും ഈ വ്യവസായിയുടെ വാഹനം ഇതുപോലെ തടഞ്ഞു വെക്കുന്നൊരു സാഹചര്യമുണ്ട്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ അനിയൻകുട്ടനാണ്, പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ പത്തനംതിട്ടയിൽ പിരിവ് കുറവാണ്? നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ ഭീഷണി പിരിവില്ല അല്ലേ? ഇല്ല. ഞാൻ ഇത്രയും വർഷത്തിനിടെ ഇത്രയും പ്രായത്തിനിടെ 2 പിരിവ്, അതായത് പിരിവ് രസീത് എന്ന് പറഞ്ഞു നമ്മുടെ വീടുകളിൽ മാത്രം, പിന്നെ അല്ലാതെ വെളിയിൽ നിന്നും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പിരിക്കുക. നിർബന്ധ പിരിവില്ല, അങ്ങനെയുള്ള പിരിവൊന്നുമില്ല. നമ്മളെടുക്കുന്ന നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരെ വീട്ടിൽ പോയി പിരിവെടുക്കുക. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും തരാൻ താല്പര്യമുള്ളവർ അവരോട് മേടിക്കുക, അവർ തരുന്നത് മേടിക്കുക. ഇത് അങ്ങനെയാണോ സാറേ? കണ്ടത്തിൽ പണിയുന്നവരോടും വയലിൽ പണിയുന്നവരോടും വെള്ളത്തിൽ പണിയുന്നവരോടും മരത്തെ കയറോടും തേച്ച് വേണക്കാൻ പോകുന്നതിനും ചെരുപ്പ് കുത്തിയോടും എല്ലാം ചെയ്യുന്ന പിരിവ്, ഒരു നാണവും മാനമില്ലാത്ത ഒരു പിരിവ്. ഈ വ്യവസായം ഇന്ന് ജീവി കണ്ടോണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായിട്ട് അവിടെ കാണിച്ച അങ്ങേയറ്റം തെറ്റല്ലേ അത്? ഇവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ഇവർക്ക് കാണിക്കാം? ഇത് ഒരു മര്യാദ കേട്ടോണം. 500 കൊടുത്താൽ നോക്കിയാൽ 1000 കൊടുത്താൽ നോക്കിയാൽ ഇവർക്ക് ലക്ഷമാണ്. ഇവർക്ക് പൈസയുടെ വരേ ഉള്ളൂ. വിയർപ്പിന്റെ വില അറിയാൻ പറ്റാത്ത ഒരു പാർട്ടി നേതാക്കന്മാർ ഇന്ന് തന്നെ ആ സഭ നടക്കുന്ന സംഭവങ്ങൾ കണ്ടില്ലേ? ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എന്ത് പ്രകടനം കാണിക്കുന്നു? ഇവർക്ക് മനുഷ്യനോട് ഒരു താല്പര്യമോ ഒരു കടമയോ ഒന്നുമില്ല. വിയർപ്പിന്റെ വില അറിയാൻ പറ്റാത്ത ഒരു വർഗം, ഒരു പാർട്ടി. അതായത് ഇങ്ങനെ പിരിവിട്ട് തിന്ന് സൂചിച്ച് അങ്ങ് ജീവിച്ചു പോയി. അതാ സാറേ പറഞ്ഞത്, വിയർപ്പിന്റെ വില അറിയാൻ വയ്യാത്ത ഒരു പാർട്ടിയും പ്രസ്ഥാനം മുഖ്യമന്ത്രി ഒരു താഴോട്ട് ഒരു നാണവും മാനമില്ലാത്ത നമ്മളെ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ വ്യവസായങ്ങളൊക്കെ നടന്നു പോകണ്ടേ? ശ്രീ അനിയൻകുട്ടന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രഘുനന്ദനെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എഴുതുന്നു, പാർട്ടിയുടെ അനുവാദം ഉണ്ടോ ഇല്ലയോ എന്നാണ് പാർട്ടി പറയേണ്ടത്. അത് ശരിയെങ്കിൽ തെറ്റായ സന്ദേശമാണ് എന്ന് രഘുനന്ദൻ പറയുന്നു. ഇത് പാർട്ടിയുടെ അനുവാദം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാനും നോക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഇതേ ലോറി ഉടമ അവിടെ ഇന്ധനം നിറയ്ക്കാൻ ചെന്നു. അപ്പോൾ ഇതേ നേതാവ് തടഞ്ഞു. തുടർന്ന് എ റഹീം MP ഈ വിഷയത്തിൽ ഇടപെടുന്നു, വണ്ടി വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നു. ആ വണ്ടി അപ്പോൾ വിട്ടയച്ചു. പക്ഷേ പിറ്റേ ദിവസം അടുത്ത വണ്ടി തടയുന്നു. അപ്പോൾ നേതാക്കൾക്ക് പോലും ഒരു നിയന്ത്രണമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെ ഉണ്ടാകുന്നു. ഇന്ന് മറ്റു ചില MLA-മാരൊക്കെ ഇടപെട്ടു. ഒരുപക്ഷെ പാർട്ടിയുടെ പിന്തുണ ഇല്ലായിരിക്കാം. പക്ഷേ ഇത് പാർട്ടിക്കാർ അറിയാൻ വേണ്ടിയാണ് പൊതുവേദി ഈ വിഷയം സംഘടിപ്പിക്കുന്നത്. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സൂപ്പി, വെള്ളമുണ്ടയിൽ പക്ഷെ പിരിവ് കുറവാണ് അല്ലേ? നമസ്കാരം. കാരണം എന്റെ അഭിപ്രായത്തില് ചില ആളുകൾ ചാനൽ കയറി ഇരുന്നിട്ട് CPM മാത്രമാണ് പിരിവ് നടത്തുന്നുള്ള അഭിപ്രായം എനിക്ക് ഒട്ടുമില്ല. CPM മാത്രമല്ല, BJP-ക്കാരും
നല്ലോണം പിരിവ് നടത്തുന്നവരാണെന്നുള്ള ചില പല പരാതികളും നമുക്ക് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. CPI-ക്കാർ അത് പക്ഷേ ഇതൊക്കെ കുറച്ച് മുമ്പാണ് കേട്ടോ. ചവറയിൽ ഒരു സ്ഥലത്ത് ചെന്ന് വ്യാപാരി അടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. പിന്നെ നമ്മുടെ ഗുണ്ടാപ്പിരിവായി 25 ലക്ഷം രൂപ ഒരു എക്സിബിഷൻ നടത്തുന്ന ആളുകളടുത്ത് വായിച്ച് BJP-ക്കാരാണെന്നുള്ള ഇത് വന്നു. ഞാനിത് പാർട്ടിക്കാരെ എല്ലാം പറയാണ്. എനിക്ക് CPM അല്ല നിങ്ങൾക്കല്ല ചില ആളുകൾ പ്രേക്ഷകർ എന്നെ പോലത്തെ പ്രേക്ഷകർ കയറി വന്നിട്ട് CPM മാത്രമാണ് ഇവിടെ പിരിവ് നടത്തുന്നത് വിചാരിക്കുന്നത്. കാരണം BJP ഇവിടെ ഗവൺമെന്റോ ഇവിടെ ഒരു കുംഭകോണം നടത്തിയ എത്ര 85 കോടി അത്ര BJP-യും കോൺഗ്രസും പിരിവ് നടത്തി. ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് പിന്നെ അത് CPM ആണെന്ന് ഒഴിവായിട്ടുള്ളൂ. ചില ആളുകൾ വീടുകൾ കയറി പണപ്പിരിവ് നടത്തുന്നുണ്ട്. അതിന് റെസീറ്റ്. അല്ല, ആ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഉയർന്ന പരാതി സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. ED അയക്കുക, അപ്പൊ ഉടനെ ഇലക്ട്രൽ ബോണ്ട് കിട്ടുന്നു എന്നാണ് പറയുന്നത്. CPM ഇത് കൊടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും റെസീറ്റ് കൊടുക്കും. വെറുതെ പിരിവ് നടത്തിയിട്ടല്ല. കാരണം കണക്ക് കറക്റ്റ് കൊടുക്കണം. അല്ലെ എന്ത് പാർട്ടിക്കാരനാ? പക്ഷേ ഈ ഞാൻ ചോദിക്കട്ടെ സൂബി, ഈ ആളുകൾ ഒരാളിപ്പോൾ ഒരു ലോറി വരുന്നു, ഉടനെ ഒരു പാർട്ടി നേതാവ് പറയാണ് താൻ 1000 രൂപയാണോ എനിക്ക് തരുന്നത്, അതുപോലെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ചായ വാങ്ങിച്ചു. ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് പറയാൻ കൊള്ളാവുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾക്കുള്ള മനസാക്ഷി അങ്ങനെ ആയിരിക്കും. നമ്മൾ എല്ലാവരെയും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ പാർട്ടി ഒരു ശക്തമായ ഒരു നിർദ്ദേശം അണികൾക്ക് കൊടുക്കണ്ടേ? ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 5000 രൂപ ചോദിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ച ഈ വാക്കാണ്. അതൊക്കെ നടപടി വരും. ഇതിനൊക്കെ ചോദ്യം വരുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും സൂപ്പിയുടെ ആ ഒരു പ്രതീക്ഷ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട്. ഞാനും ആ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ശിവദാസൻ വിളിക്കുന്നത് ബാലരാമപുരത്താണ്. ബാലരാമപുരത്ത് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ പിരിവ് കുറവാണ് അല്ലേ ശിവദാസൻ? സുഖം പരമസുഖമായിട്ട് പോകുന്നു. ഓക്കെ സാറേ, പിരിവെന്ന് പറയണത് രാഷ്ട്രീയ പാർട്ടി പണ്ടേ ഉള്ളതാണ്. പണ്ട് നമ്മള് ഓരോ കടയിലും ഓരോ വീട്ടിൽ പോയി വക്കറ്റും വെച്ചും റെസിറ്റ് എഴുതിയാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പണ്ട് ജീവിച്ചുകൊണ്ടിരുന്നത്, പിരിച്ചെടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇന്നവർക്ക് സമയമില്ല. 100 വിറ്റ് പോകത്ത് ഒരു കടയിൽ പോയിട്ട് അവര് 5000, 6000, 10,000 കേൾക്കാൻ രീതി എങ്ങനെയാണ്? അതിനാണ് നേതാക്കന്മാർ ക്ലാസ് കൊടുക്കുന്നത്. ഓ അത് ശരി. അത് ബാലരാമപുരത്ത് ഉണ്ടോ ആ സംഭവങ്ങൾ? ഇങ്ങനെ പിരിവുണ്ടോ? എല്ലായിടത്തും ഇതാ നടക്കുന്നത് അല്ലേ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. സന്തോഷ് വല്ല വ്യവസായ സ്ഥാപനങ്ങളോ വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ല സാറേ, ഞാൻ ലോറി ഓടിക്കുന്ന ആളാണ്. സന്തോഷിന്റെ ആളുകൾ ഇങ്ങനെ പിരിവ്. ഞാനിപ്പോൾ ഈ ലോറി ഡ്രൈവർമാർ അവിടെ ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർ ചെന്നപ്പോൾ നവമി ഈ വിഷയം അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഈ ലോറി ഡ്രൈവർമാരും പറയുന്ന ഇന്ധന സംഭരണശാലയിൽ നിന്ന് അവരോടും പിരിവ് ചോദിക്കുന്നുണ്ട്, അവർക്കും കൊടുക്കേണ്ട സാഹചര്യം വരുന്നു എന്നാണ്. സന്തോഷിന് അങ്ങനെ വല്ല പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ? ഇല്ല. അതെ സാറേ, ഇത് ഒരു ടാങ്കർ ഒരു പമ്പടമയുടെ വീട്ടിൽ പമ്പടമയുടെ ഇതെടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പോയി എടുത്ത് തിരിച്ചു വരുമ്പോൾ 1200 രൂപ കിട്ടുള്ളൂ. അതിനകത്ത് 500 രൂപ വേണം, 600 രൂപ അവർക്ക് വേണമെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചുപറിയല്ല, ഇത് ഇക്കാരം കാണിക്കുന്ന ഇക്കാരം കാണിച്ചുകൊണ്ട് ചോദിക്കുക എനിക്ക് തന്നേക്കാനൊക്കെ പറയും. ഈ പുള്ളി സ്ഥിരം അവിടുത്തെ പ്രശ്നക്കാരനാണ്. ഇന്നാളെ ഞങ്ങളെല്ലാം ഒരു വനിത, ഒരു പാവപ്പെട്ട ഒരു പെണ്ണ്, അതിന്റെ അച്ഛനെ കൂടെ ലോറി ഓടിച്ചോണ്ട് നടന്ന് അത് പഠിച്ച് നല്ല ക്ലിയർ ആയിട്ട് ഓടിക്കാനൊക്കെ പഠിച്ച് ആ പെൺകുട്ടി അവിടെ എടുക്കാൻ വന്ന് ആ പെൺകുട്ടി അങ്ങോട്ട് കയറ്റിയല്ല, അതിന് പൈസ കൊടുക്കണമെന്ന്. ആ പെൺകുട്ടി എനിക്ക് എതിർത്തു. അത് കഴിഞ്ഞപ്പോ ആ 10 വന്ന പെൺകുട്ടി 8ാമത് അത് എന്ന് മറിക്കാൻ സാധിച്ചത്. ഇപ്പൊ ഇതെന്നു വെച്ചാൽ ധിക്കാരം കാണിക്കും. ഈ ധിക്കാരം ഇങ്ങനെ കാണിക്കുന്നു. ഇപ്പം BJP കാണിക്കുന്നു പറഞ്ഞാൽ ശരിയാ, BJP കാണിക്കുന്നത് ഇതുപോലെ നക്കാപ്പിച്ചുകാരോട് പിടിച്ചു പറിക്കാൻ പോകല്ലോ. ബമ്പം പാർട്ടിയോടെ പിടിച്ചു പോയി പിടിച്ചു പറിച്ചിട്ട് ബമ്പം പാർട്ടിയോട് പിടിച്ചു പറിച്ചാൽ 10,000 രൂപ കൊടുത്താൽ സാറേ 50,000 രൂപ നേരത്തെ അവർക്കുണ്ട്. ഇത് അച്ഛനിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചൊരു ഉപജീവന മാർഗത്തിന് ലോറി എടുത്ത് വരുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ, അത് ശരിയല്ല അല്ലെ? ഇങ്ങനെ ഞങ്ങളോടൊന്നും ഒരു BJP-ക്കാരും ഒരു കോൺഗ്രസ്സുകാരും കാണിച്ചില്ല. ഇതിപ്പോ ധിക്കാരം. ഇതിങ്ങനെ കാണിച്ച ഈ സാധനം ഇപ്പൊ ഇവിടെയല്ലേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ സാധനം? ഇതിവിടെ തീരും. ഇത് ഈ ധിക്കാരം അകംഭാവം കാണിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയായി ഈ അവശേഷിച്ച് ഈ പൂരയായി പോയത്, ഈ കുഞ്ഞു പോലെയായി. ഈ കേരളത്തിൽ മാത്രമായില്ലേ, ഇന്ത്യ മൊത്തം ഉണ്ടായിരുന്നതല്ലേ? അതാദ്യം പഠിക്കണം. അത് പഠിച്ചിട്ട് ഇനിയെങ്കിലും അത് മാറ്റം വരുത്താം എന്നുള്ളതിന് അത് ചെയ്യല. കാരണം ഈ ഒരു പമ്പ് നടത്തുകയെന്ന് പറഞ്ഞാൽ സാറേ വിദേശത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി അറബിയുടെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് ഇവിടെ ഒരു സ്ഥാപനം നടത്തിക്കുന്നത് അവൻ വലിയ മുതലാളിയൊന്നുമല്ല. ഞങ്ങളെ പോലുള്ള നമ്മളെ പ്രവാസികൾ നമുക്കറിയാലോ. സാജൻ എന്ന് പറഞ്ഞ ഒരു സഖാവായിരുന്നു. ആ സഖാവ് ഇവിടെ വന്ന്
ഇത് നോക്കിയിട്ട് അയാൾ അവസാനം കയറിയപ്പോലെ എന്നിട്ട് അയാളുടെ കെട്ടിയോളെ പറ്റിയൊക്കെ അപഖ്യാതി ഇവിടെ പറഞ്ഞിപ്പിച്ചേ. അതെ 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 യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ ആളായിട്ട് സംഘം കൊണ്ട് പറയുമോ? യെസ്, ഞാൻ മറ്റൊരു പ്രേക്ഷകൻ നമുക്ക് കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. അതിനിടയിൽ ലക്കി എനിക്ക് എഴുതുന്നു, ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ടു എസ്കേപ്പ് ഫ്രം കേരള അൺയൂഷ്വൽ ഇൻ അതർ വേൾഡ് എന്നാണ്. കേരളത്തിൽ നിന്ന് ജീവനും കൊണ്ട് ഓടാൻ തയ്യാറായി നിൽക്കുകയാണ് ലക്കി. അങ്ങനെ ഓടേണ്ട കാര്യമില്ല, ഇത് മാറുന്നുണ്ട് വലിയ തോതിൽ. ഇത് പണ്ടത്തെ സാഹചര്യത്തിൽ നിന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറേയൊക്കെ ഒരു വ്യവസായ സൗഹൃദമായി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വ്യവസായ മന്ത്രിയൊക്കെ വലിയ മുൻകൈ ഇതിലെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസഫാണ് വിളിക്കുന്നത്. ജോസഫ് തൃശ്ശൂരിൽ നിന്നാണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാനിട്ട ബർമുട മറ്റുള്ളവരുടെ പള്ളി നിൽക്കുന്ന പറഞ്ഞ ഒരു പരിപാടിയാണ്. എല്ലാ BMS ആയാലും INTUC ആയാലും CAT ആയാലും എല്ലാവരും ബ്ലോക്കുകളിൽ അട്ടുകഥകളിൽ വാങ്ങുന്നവരാണ്. പിന്നെ ഞാൻ പണ്ട് വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊള്ളായ്മ കാരണം ഇങ്ങനെ മാറിപ്പോകുന്നത് പറയുന്ന പല വിദ്വാന്മാരുണ്ട്. ഇവരൊക്കെ 7 ജമാഅത്തിന് മുമ്പ് പോലും കമ്മ്യൂണിസ്റ്റുകാരല്ല, അതൊക്കെ കള്ളത്തരാണ്. ഞാൻ ബോംബ് പറയണം. പിന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുമ്പോഴും എനിക്ക് 50 സെന്റിന് തുല്യമായി ഞങ്ങളുടെ ഫാദറിന്, അതേപോലെ അധ്യാപകനായിരുന്നു, 50 സെന്റിന് തുല്യമായിട്ടുള്ള ഭൂമി ഉണ്ടായിരുന്നു, പാട്ടഭൂമി. അത് 50 സെന്റിൽ നിന്ന് അവിടെ വീട് വെച്ചുകൊണ്ടിരിക്കണം. 5 ലക്ഷം വെച്ചിട്ട് അടുത്തേക്ക് 50-5 അത്രയും സെന്റ് അത്രയും ഭൂമിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം അൾട്ടിമേറ്റ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഏറ്റവും വളന്മാരല്ല, എല്ലാവരും കാർൽ മാർക്സിനും എംഗൽസിനും വായിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ല. പിന്നത്തെ കാര്യം അൾട്ടിമേറ്റ് ടില്ലർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം കൃഷി നടക്കില്ല എന്നുകൊണ്ട് എനിക്ക് ശ്രീ ജോസഫ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ നമ്മളിപ്പോൾ കാർൽ മാർക്സ് വായിച്ച കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. എനിക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ഗോവിന്ദൻ മാഷാണ്. അദ്ദേഹം ഇതെല്ലാം വായിച്ചിട്ടുള്ള ആളാണ്. കാരണം എനിക്കറിയാം, അദ്ദേഹം നമ്മുടെ അവിടുത്തെ ലൈബ്രറിയനായിരുന്നു ആദ്യം. നമ്മുടെ മൊറാഴിയിൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. ആ ലൈബ്രറി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരുമാതിരി എല്ലാ പുസ്തകങ്ങളും വായിച്ചാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശനം. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കൾ ഇവരെ നിലയ്ക്ക് നിർത്താൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണ്ടേ? ഇത് വായിച്ചിട്ടുള്ള ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലായിടത്തും ബ്ലാക്ക് ഷീപ്സ് ഉണ്ട്, എല്ലായിടത്തും ബ്ലാക്ക് ഷീപ്പുകൾ നമ്മൾ പിടിക്കേണ്ടതാണ്. യെസ്, എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. യെസ്, സമ്മതിച്ചു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷാജി എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് മറ്റൊരു ഷാജി KM എനിക്ക് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നു. ഷാജി ഗുഡ് ഈവനിങ്, താങ്ക് യു ഫോർ ജോയിനിങ് പൊതുവേദി. മറ്റൊരു ഷാജി കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഷാജിക്ക് ഈ പിരിവ് കൊടുക്കേണ്ട ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം. ഞാൻ പിരിവ് കൊടുക്കേണ്ട ദുരവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനും ഒരു CPM-ന്റെ പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പിരിവിന് ഒക്കെ പോയിട്ടുണ്ട്. ആളുകളെ ഭീഷണിപ്പെടുത്തുക എന്ന രീതി ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയും. അതിന്റെ നോട്ടീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും, കാശ് മേടിക്കും. അത് ഉപരി കമ്മിറ്റിയിൽ ഏൽപ്പിക്കേണ്ട തുക കൃത്യമായിട്ട് അത് ഏൽപ്പിക്കും. അതിന്റെ കണക്കും കാര്യങ്ങളും ഇവിടെ ആളുകൾ വന്നിരുന്നോണ്ട് ചുമ്മാ വായി വരുന്ന ഇത് പറയുന്ന കണക്കുള്ള പിരിവൊന്നും CPM-ന്റെ ഭാഗത്തൊന്നുമില്ല. പിന്നെ ഈ ബാബു ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് അല്ല, ഒറ്റപ്പെട്ടെന്ന് പറയുന്നില്ല. ഇങ്ങനെയുണ്ട്, എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നുണ്ട്. കുഞ്ഞി ഇപ്പോഴും വീഡിയോ തെറ്റേ കാണും. കുന്നിക്കോട്ട് കോൺഗ്രസ്സുകാരി എന്ന് ഒരു പച്ചക്കറി കട അടിച്ചു പൊട്ടിക്കുന്നതിന്റെ കഥ കിടപ്പുണ്ട്. അതൊക്കെ BJP-ക്കാരുടെ ഭാഗത്തുമുണ്ട്. ഇപ്പൊ ഓരോരുത്തർ വന്നിരുന്നുണ്ട്, ഇത് കിട്ടിയ അവസരമല്ലേ ഇണക്കത്തി ചാക്കോ ലഗായിക്കോ എന്ന് പറയുന്ന പോലെ കിട്ടിയ അവസരം CPM മാത്രമാണ് ഇത് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ ബാക്കിയുള്ളവരെല്ലാം ശുദ്ധന്മാരായിട്ട് ആവാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ദീപുവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ്. അല്ല, ദീപു ഞാൻ വ്യക്തിപരമായിട്ടൊന്നുമല്ല. ദീപു എന്ന് പറയുന്ന ആള് പിന്നെ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അയാളൊരു CPM-കാരനായത്. അല്ലെങ്കിൽ അയാള് ചാണകത്തിൽ പ്ലൂട്ടോണിയം തിരക്കി പോയേനെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി. ദീപുവിന് ധാരാളം ആരാധകർ പൊതുവേദിയിലുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ദീപുവിന് എത്ര ആരാധകരുണ്ട് അത്ര തന്നെ വിമർശകരുണ്ട്. സ്പോർട്സ് ഗുരു വന്നിട്ടുണ്ട്. സ്പോർട്സ് ഗുരു പറയുന്നത് നമസ്കാരം പറയുന്നു. നമസ്കാരം സ്പോർട്സ് ഗുരു. മനുബായ്, പിരിവ് എന്നത് ഇന്നൊരു വിഭാഗം ആളുകളുടെ വരുമാന മാർഗമാണ്. അത് പണ്ടും പലരുടെയും വരുമാന മാർഗമായിരുന്നു. അത് പാർട്ടി ആയിക്കോട്ടെ, ഉത്സവ പിരിവായിക്കോട്ടെ, മിനിമം ഒരു 20% പിരിവ് ജയിക്കട്ടെ എന്നാണ് സ്പോർട്സ് ഗുരു പറയുന്നത്. സ്പോർട്സ് ഗുരു, അത് നമുക്ക് പിരിവ് ആളുകൾ കൊടുക്കുന്നത് കൊണ്ട് സന്തോഷം. ചില ആളുകൾ നമ്മുടെ അടുത്ത് വരും, അവർ നമ്മളെ സഹായിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അവരുടെ പൊതുകാര്യങ്ങൾ പറയുമ്പോൾ ഒരു പിരിവ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പൊതുകാര്യത്തിനൊരു പിരിവ് കൊടുക്കുക, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആദർശത്തിനൊരു പിരിവ് കൊടുക്കുക, അതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തുക, ED ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അതിനോടൊക്കെ നമ്മൾ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തേണ്ട. രാജൻ
ശ്രീ രാജൻ അത് നേരത്തെ എന്നോട് തർക്കിച്ച് പോയതാണ്. വളരെ പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് സംസാരിക്കണം ശ്രീ രാജൻ. മറ്റേ കാര്യം ഞാൻ പറഞ്ഞത് ആ സൂപ്പി പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ള. ഞാൻ അതിലേക്കാരും വന്നോണ്ടില്ല, അപ്പൊ അതിന്റെ ഇടയ്ക്ക് സാറ് കട്ട് ചെയ്തു. ഇല്ല, കട്ട് ചെയ്തല്ല, ഇത് പെട്ടെന്ന് പ്രോജക്റ്റുകളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ അതിനകത്തൊന്നുള്ള കമ്മീഷൻ ഇവർക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഒരു മാർഗവുമില്ല. അതുപോലെ തന്നെ മറ്റ് പിരിവുകളെല്ലാം നിന്നു. അത് കഴിഞ്ഞപ്പോ ഇവർക്ക് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ മാർഗം. പക്ഷെ അത് തെറ്റായി പോയി, അങ്ങേറ്റത്തെ തെറ്റാണ്. അങ്ങനെ അനുവദിക്കാനും പാടില്ല. പക്ഷേ മറ്റുള്ളവർക്കെല്ലാം ഇതുണ്ടോ ഇലക്ട്രൽ ബോണ്ടും മറ്റേ ബോണ്ടും. നമുക്കറിയാമല്ലോ, സുരേന്ദ്രന് 30 കോടി രൂപ വന്നെല്ലാം ബീതിച്ചെടുത്ത് അറിയാം. അവര് അതുപോലെ ചെയ്യുന്നു, ഇവർ ഇതുപോലെ ചെയ്യുന്നു. പക്ഷെ ഈ ചെയ്തത് അങ്ങേറ്റത്തെ തെറ്റ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അടുത്ത ഭരണം വരും, നല്ല 1ാം ക്ലാസ് ഒരു ഭരണമാണ് വരുന്നത്. ഒരു പിരിവില്ലാത്ത സ്വർഗരാജ്യം പോലുള്ള ഒരു ഭരണം നമ്മൾ നോക്കിയിരിക്കുക, അത് വരും. ശരി ശരി. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സുരേന്ദ്രനെ കണ്ടിട്ട് കുറേ ദിവസമായി. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, നമ്മുടെ സുരേന്ദ്രൻ എന്ത് പറ്റിയെന്ന്. പൊതുവേദിയെ മറന്നുപോയതാണോ അതോ എന്നോട് ദേഷ്യപ്പെട്ടതാണോ എന്ന് എനിക്കറിയാം. നമ്മളെപ്പോഴും തർക്കിക്കുന്ന ആളുകളാണ്. എന്ത് പറ്റി സുരേന്ദ്രൻ? നമസ്കാരം സാറേ. നമസ്കാരം. അങ്ങനെ ദേഷ്യമൊന്നുമില്ല, നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യം. നമ്മള് ഓരോരോ നിലപാടുകൾ നമ്മൾ എടുക്കണോ, അത്രേ ഉള്ളൂ. നിലപാടുകളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സാറ് പറഞ്ഞ മാതിരി ഇതേ CPM-ലുള്ള മറ്റൊരു വ്യക്തി ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ പിരിവ് നടത്തിയായിരുന്നു. അപ്പൊ ഓമനക്കുട്ടനെ പോലുള്ള ആൾക്കാരുണ്ട്. ഈ ചങ്ങാതി രാഷ്ട്രീയത്തിന്റെ അങ്ങേ തലക്കി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ എല്ലാ പാർട്ടികളും പിരിക്കുന്നുണ്ട്, അതിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാ പാർട്ടിയിലും ഓമനക്കുട്ടന്മാരും ബാബുമാരും ഉണ്ട് അല്ലേ, നല്ല കാര്യത്തിന് ഇറങ്ങുന്നവരും. ഇതുപോലെ സാറിന് മുന്നിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഭാരത് ജോഡോ യാത്ര നടത്തപ്പോ ഒരു പച്ചക്കറി കടയിൽ നിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത് എറിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 1. 2, ഈ ഹരിതാ ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പിരിച്ച കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ ഉണ്ട്, അതിനെ പറ്റി ഭയങ്കര ഒരു വിവാദമുണ്ട്. 3, നമ്മുടെ സാബു മുതലാളി ഇവിടേക്ക് പോയി, അവിടെ പോയിട്ട് ഇവിടെയാണ് പിരിവ് കൂടുതൽ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവിടെ പിരിവ് കൊണ്ടുവന്നു. പിന്നെ BJP ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ മേടിക്കും. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇലക്ട്രൽ ബോണ്ട് കൂടെ മേടിക്കുന്ന മുഖം പൈസ തന്നെയാണ്. പിന്നെ എന്റെ നാട്ടിലാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ഇല്ല, അവരതൊന്ന് ഒഴിവായി പോയി, അവർക്ക് വേണ്ടെന്നാ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞേക്കോ, ഈ എന്റെ നാട്ടിലാണെങ്കിൽ ഈ അമ്പല കമ്മിറ്റിക്കാർ വന്ന് പിരിവ് നടത്താറുണ്ട്. അവരുടെ ഭാഷ അതാ പറഞ്ഞ എല്ലാ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലുണ്ട്, കൈക്കൂലി മേടിക്കേണ്ട ഒരു കാര്യം ചെയ്യില്ല. അത് അതേമാതിരിയുള്ള ആൾക്കാരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കേട്ട് വിചാരിച്ചു, അയ്യോ എന്റെ അമ്മ, ഇത്രയും നല്ല കോൺഗ്രസ് ഇത്രയും നല്ല ആൾക്കാരാണെങ്കിൽ ഈ അഴിമതി കഥകളൊന്നും പുറത്തേക്ക് വരില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നായിരുന്നു. കാരണം ഇപ്പൊ ഞാൻ 2-3 എക്സാമ്പിൾ പറഞ്ഞു, ഇനി ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ ഉണ്ട്. അതൊന്നും ഞാൻ ശരി, വ്യക്തമാണ്. പ്രദീപ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ പറയുന്നു, ഗുഡ് ഈവനിങ് മനു, ഇന്ത്യൻ ജനസംഖ്യയിൽ 0.4% മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യയിൽ 66,800 കോടി രൂപയുടെ ആസ്തിയുണ്ട്, BJP-യുടെ തൊട്ട് താഴെ. അത് ശരിയാണ്. അത് ഒരു വലിയൊരു ആരോപണം കേട്ടോ പ്രദീപ് പറയുന്നത്. അതായത് ആകെ വളരെ ചെറിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് BJP-യുടെ ഏതാണ്ട് അത്ര തന്നെ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് പിരിച്ചു വന്നായിരിക്കുന്നതായിരിക്കും പ്രദീപിൻ്റെ ഒരു ആരോപണം. ഏതായാലും അതിന് നമ്മുടെ ചില CPM അനുകൂലികളായ പ്രേക്ഷകർ മറുപടിയുമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇലിയാസ് എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എലിയാസ് കേൾക്കാമോ? കേൾക്കാൻ സാറേ. നമസ്കാരം. നമസ്കാരം. എലിയാസ്, ഈ എറണാകുളത്തു നിന്നാണ് ഈ വാർത്തയൊക്കെ വരുന്നത്. അവിടെ ഈ ഇങ്ങനെ പിരിവ് വളരെ ശക്തമായി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്നു എന്നൊക്കെ പറയുന്നത്. എലിയാസിന്റെ വീട് എവിടെയാ? എന്റെ വീട് വാഴക്കുളം. വെല്ലിംഗ്ടൺ ഐലൻഡിന് ആ പരിസരത്തൊന്നുമല്ല, അങ്ങോട്ടേക്കല്ല, വാഴക്കുളത്താണ്. അങ്ങോട്ടൊന്നല്ല സാറേ. ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇവിടെ ഏറ്റവും കൂടുതൽ പിരിവ് ഇവിടെയും നമ്മുടെ അടുത്തും വരാറുണ്ട് സാറേ. പിരിവ് കൊടുക്കാറുണ്ടോ? കുറ്റിയായിട്ട് വരും. അമ്പലക്ക പിരിവ്, അല്ലെങ്കിൽ ബോള് കളിയുടെ പിരിവ്. നമ്മൾ അവരെ സ്നേഹം കൊണ്ട്. പക്ഷെ ആരെങ്കിലും ഭീഷണിപ്പെടുത്താറുണ്ടോ പിരിവ് കൊടുക്കാത്തവരെ? ഭീഷണിയൊന്നും പെടുത്താറൊന്നുമില്ല. ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും കാശുമില്ല എന്ന് പറയും ഞാൻ. ശരി. ഞാനൊരു രൂപ അങ്ങനെ പിരിവൊന്നും കൊടുക്കാറില്ല. എന്നാലും കുട്ടികളെ ഒരു പന്ത് കളിക്കാനൊക്കെ, ഒരു പന്ത് വാങ്ങിക്കാൻ പിരിവിന് വരുമ്പോ നമ്മൾ ചെറിയൊരു സഹായം കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല അല്ലേ? അതെ, 10, 100, 50 എന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് പറ്റില്ല. അത് ശരിയാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവെച്ചതിന്. ദുബൈയിൽ നിന്ന് അബ്ദുറഹ്മാൻ ചേരുന്നുണ്ട്. എൻ്റെ ദുബൈയിൽ നിന്നുള്ള അബ്ദുറഹ്മാനെ, ഇത് നിങ്ങളുടെ പാർട്ടിക്കാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി കേട്ടോ. എന്താണ് ഇത്? ഒറ്റപ്പെട്ട സംഭവമാണോ?
അല്ല, ഈ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ പറയാൻ. പക്ഷെങ്കിൽ സാറേ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ മതി, CPM-ന് ആസ്തി BJP-യോട് സമാനമായത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ വന്ന ആസ്തിയാണെന്നുള്ള കാര്യം എല്ലാ ജനങ്ങൾക്കും അറിയില്ല. കാരണം CPM എന്ന് പറഞ്ഞ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഒരു പിരിവിനും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന തുക മുഴുവനും ആ പാർട്ടിയിലേക്ക് എത്തും. ഒന്നറിയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഞങ്ങൾ എത്രയോ കണ്ടതാണ്, അവരുടെ ബിരിയാണിയും കുപ്പിയും ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കി മിച്ചം മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ CPM-ന്റെ എന്ന് പറഞ്ഞാൽ അതിലുള്ള എവിടെയൊക്കെ ഉണ്ടോ MP ആയാലും MLA ആയാലും പഞ്ചായത്ത് മെമ്പർ ആയാലും അതിൽ നിന്ന് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പാർട്ടിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ? MP-മാരിൽ നിന്നായാലും എല്ലാവരും ഉള്ളത്, കുറഞ്ഞവരാണെങ്കിലും കൂടുതലുള്ളവരാണെങ്കിലും അവരുടെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അതാണ് ഈ പാർട്ടിയുടെ ആസ്തി ഇങ്ങനെ ഉണ്ടാവാൻ കാരണം. അത് അഴിമതിയില്ലാതെ പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് അടിച്ചു മാറ്റാതെയുള്ള ഒരു പണമാണ്. ഇനി വിഷയത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒറ്റപ്പെട്ടതുണ്ട്. ആ ഇതൊരു പ്രവാസിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പ്രവാസികൾക്ക് ഒരു വിഷമം തോന്നുന്നില്ലേ ഇങ്ങനെ ഈ പ്രവാസിയിലായാലും അല്ല നാട്ടിലുള്ളവരായാലും ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഖാക്കളെ കാണുമ്പോൾ അവർക്ക് ഈ ഒരു ചൊറിച്ചൽ വരാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ധൈര്യമുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് പിരിവിന് വരുത്തി ഒരു 5 പൈസ ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ ചിലപ്പോ ആൾക്കാർ ഇളക്കി വിടുമ്പോൾ അതുപോലെ തന്നെ രക്തത്തിളപ്പുള്ള സഖാക്കൾ ചിലത് ഉണ്ടാവും. അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് പേരുദോഷം വരാതിരിക്കാൻ വേണ്ടി കൃത്യമായ നടപടി എടുക്കുകയും ചെയ്യും. എടുത്തിട്ടുമുണ്ട്. എനിക്കറിയാവുന്ന എത്രയോ പേരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിരിച്ച പൈസ ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എണ്ണാത്തതിന്റെ പേരിൽ, അതിന്റെ കണക്ക് കൃത്യമായി കൊടുക്കാത്തതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടി മാത്രമല്ല, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ മാതിരി എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ ഈ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ മെമ്പർമാരും എല്ലാവരും ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ആരും ഭീഷണിപ്പെടുത്തിട്ട് മേടിക്കാറില്ല. ഇനി വീടെടുക്കുന്ന കാര്യമായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ഷാജി ഭാസ്കർ എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, പ്രദീപിനെ CPM-കാർ ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രദീപ് നേരത്തെ പറഞ്ഞല്ലോ പിരിവിൻ്റെ കാര്യം 6000. പക്ഷെ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, ഒരു പാർട്ടിക്ക് 6800 കോടി രൂപയുടെയൊക്കെ ആസ്തി എന്തിനാണെന്നാണ്. ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ കുറച്ച് പൈസയൊക്കെ പിരിക്കാം, ഇത്രയും വലിയ പൈസ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊക്കെ വേണമെന്നുള്ള പാർട്ടിക്കാർ തന്നെ തീരുമാനിക്കട്ടെ. VC തോമസ് പറയുന്നത് CPM-കാരും പിരിച്ചാൽ കണക്ക് കൃത്യമായിട്ട് വരും, അതേസമയം കോൺഗ്രസും BJP-യും പിരിച്ചാൽ അത് സ്വാഹയാണ് എന്നാണ് VC തോമസ് പറയുന്നത്. VC തോമസ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ പ്രദീപ് കുമാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ട്രോ ബോണ്ടിൽ ചേരില്ല എന്ന് പറഞ്ഞു. DMK-യുടെ കയ്യിൽ 48 കോടി വാങ്ങി എന്ന് മാത്രമേ ഉള്ളൂ, ഒരു തരത്തിൽ നോക്കുകൂലി എന്നാണ് പറയുന്നത്. DMK-യുടെ കയ്യിൽ നിന്ന് 48 കോടി രൂപ വാങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ. ഷാജി പറയുന്നത് എൻ്റെ ഡ്രസ് കോഡ് വളരെ നന്നായിട്ടുണ്ട്, അടിപൊളി നിറം എന്നാണ്. ഇത് എൻ്റെ അല്ല, ഞാൻ ഇവിടുത്തെ നമ്മുടെ നമ്മുടെ കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ ഈ ഷർട്ട് എൻ്റെയാണ്. ഓക്കെ, താങ്ക് യു ഷാജി. ഏതായാലും എൻ്റെ ഡ്രസ്സിനെ അംഗീകരിച്ചതിന് വളരെയധികം നന്ദി. പ്രദീപ് കുമാർ പറയുന്നത്, ഷാജി ഗുഡ് ഈവനിങ്, അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളല്ല ഞാൻ. അതിന് പ്രദീപ് ഒരു 16 തവണ കൂടി ജനിക്കേണ്ട. അതെനിക്കറിയാം, പ്രദീപ് അങ്ങനെ പേടിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ജോലിയും കാര്യങ്ങളും അമേരിക്കയിലാണ്. അപ്പോൾ ഇവിടെ CPM-കാർ അദ്ദേഹത്തിന് അത്ര പേടിക്കേണ്ടതില്ലായിരിക്കാം. ഓക്കെ, ഏതായാലും അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത്, ഓയ്യോ ഷൈജു, വെരി സോറി, ഞാൻ ഈ കുറച്ച് ആളുകൾ തമ്മിലുള്ള ഒരു ചെറിയ തർക്കത്തിൻ്റെ ഇടയിലായിരുന്നു. ഷൈജു മോമെന്നാണ് വിളിക്കുന്നത്. എനിക്കറിയാം, മോമ വളരെ പ്രശസ്തമായ സ്ഥലമാണ്. പിന്നെ സാറേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ ഓക്കെയാണ്. പറഞ്ഞോടെ? പറഞ്ഞോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ SFIയുടെ ഒരു സ്കൂളിൽ ആയിരുന്നു. ഞാനിപ്പോൾ കോൺഗ്രസിലാണ്. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെ ഇതല്ല. പക്ഷെ കോൺഗ്രസിൽ ആരും നമ്മുടെ വീട്ടിൽ പിരിവിന് വരാറില്ല. പാർട്ടി നേതാക്കളുടെ വീട്ടിൽ ആരും പോവില്ല. ഇവരും വരാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വരിക നമുക്ക് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ വന്നാൽ കരച്ചിലാണ്, അല്ലാണ്ട് നീ പറഞ്ഞ ഭീഷണിയൊന്നുമല്ല. ശരി, വ്യക്തമാണ്. തരാൻ വയ്യേ എന്നാണ് ചോദിക്കുന്നത്. കൊടുത്തു വിടും. പക്ഷെ അത് എന്തിനാ ഇത്? ഇതിന്റെ കാര്യം ഒരു പാർട്ടി പ്രവർത്തകൻ മറ്റേ കുത്തേറ്റ് മരിച്ച്
ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 രൂപ ഒരു ദിവസം ഞാൻ പറഞ്ഞു 5 രൂപ തരാം ഇത് കൊണ്ടുപോകാൻ, കാരണം അവർക്ക് സ്മാരകം പണിയാനായിട്ട് ഒരു ഗുണ്ടയ്ക്ക്, മനസ്സിലായി? ആ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് സ്മാരകം പണിയാൻ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു 5 രൂപ തരാം, അത് കൊണ്ടുപോയിക്കോ. കാരണം എന്റെ വീട്ടില് ഈ സ്മാരകം പണിയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അച്ഛൻ മരിച്ച് തീ നിൽക്കുന്നു, പക്ഷെ ഞങ്ങൾ സ്മാരകം പണിയാൻ ഞങ്ങൾ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല. ഈ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് സ്മാരകം പണിയാനായിട്ട് പോയത് നമ്മുടെ വീട്ടിൽ പിരിവിന് വന്നത്. ശരി, ഏതായാലും വ്യക്തമാണ്. അപ്പം ഓക്കെ, ജബ്ബാർ വിളിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. ജബ്ബാർ എന്താ ചെയ്യുന്നത്? ജബ്ബാർ ഞാനൊരു ബിസിനസ്സുകാരനാണ് സാറേ. ഞാനും ഒരു പ്രവാസിയായിരുന്നു. ചുരുക്കം ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ എന്ന പ്രേക്ഷകനെ, അദ്ദേഹം ദുബായിലായതുകൊണ്ട് അവിടെ തിരിവറിയാത്തത്. ഏറ്റവും കൂടുതൽ ഈ നാട്ടില് പിരിക്കുന്നത് CPM-കാരാണ്. അവർക്ക് മാസം 3-4 പിരിവൊക്കെ ഉണ്ടാവും. നമുക്കറിയാവുന്നല്ലേ, നമ്മൾ കച്ചവടക്കാരനാകുമ്പോൾ കച്ചവടക്കാരനെല്ലാം അറിയാലോ. അപ്പൊ ജബ്ബാറിനെ അവര് വന്ന് പിരിവ് എന്ന് പറഞ്ഞ് 4-5 തവണ വരും ഒരു മാസം അല്ലേ? അത്ര പ്രാവശ്യം 4 പ്രാവശ്യം 3 പ്രാവശ്യം വരുന്ന പിരിവുകളുണ്ട്. ഇല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ പിരിവ് കുറവുള്ളത് കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് നിങ്ങൾ ലോക്കൽ എടുത്ത് നോക്കിയോ, ലോക്കലിൽ നിങ്ങൾ ലേഖനം ഇട്ട് ചോദിച്ചു നോക്കുക, അപ്പൊ അറിയാൻ പറ്റും. ലോക്കൽ ഏരിയകളിലൊന്നും ഒരു കാരണവശാലും കോൺഗ്രസിന് പിരിവേയില്ല. എല്ലാ കാലത്തും ഒരു സമ്മേളനങ്ങളോ അല്ലെങ്കിൽ വല്ല മണ്ഡല സമ്മേളനമോ അല്ലെങ്കിൽ ബ്ലോക്ക് സമ്മേളനമോ അല്ലെ അവരുടെ എന്തെങ്കിലും ജില്ലാ സമ്മേളനമോ അല്ലെ അവർ സംസ്ഥാന സമ്മേളനം മാത്രമേ പിരിവുള്ളവർക്ക്. അല്ലാണ്ട് അവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പിരിവെടുക്കുന്നതും ആ ഫണ്ടിൽ നമുക്കറിയാം. ഇവിടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വരെ അടിച്ചു മാറ്റിയ പാർട്ടി അവര്, അറിയില്ലേ? നമുക്കറിയാമല്ലോ. എറണാകുളം ജില്ലയിൽ തന്നെ ഒരാൾ ആത്മഹത്യ കൂടി ചെയ്തു CPM-ന്റെ ഒരാള് ആ അന്വേഷണം വന്നപ്പോഴത്തേക്ക്. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ അറിയില്ലോ സാറേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവിടെ ഈ പിരിവ് എന്ന് പറഞ്ഞ പിരിവിന്റെ ഉസ്താദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. പിന്നെ BJP-കാരും പിരിക്കും, കോൺഗ്രസ്സുകാരും പിരിക്കും. കോൺഗ്രസ് പിരിക്കില്ലാതെ ഞാൻ പറയാനുള്ള, അവർക്ക് പിരിവ് ഏറ്റവും കുറവ് കോൺഗ്രസ്സുകാർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഒരു അബ്ദുറഹ്മാൻ സാഹിബ് ദുബായിന്ന് വിളിച്ചു, പുള്ളി പറഞ്ഞു കണക്കാന്ന് പറയും. ഒരു കണക്കുമില്ല. ഈ പിരിവുകാർക്കൊന്നും ഒരു കണക്കുണ്ടാവില്ലെന്നേ. അവര് മാക്സിമം അവർക്ക് ചെലവുള്ള കാശ് കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടേ പോകുള്ളൂ. അല്ലാണ്ട് ഒരു കാരണം വെച്ചാലും പിരിവ് കിട്ടുന്ന മൊത്തം കൊണ്ട് ഒരു പാർട്ടി ഫണ്ടിലേക്കൊന്നും കൊടുക്കൂലും. ശരി, ഏതായാലും വ്യക്തമാണ്. ശ്രീ ജബ്ബാർ ഒരു വ്യവസായി അവിടുന്ന് വിളിച്ചത് നന്നായി. നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി മനസ്സിലാക്കാൻ പറ്റും. വളരെ നന്ദി ശ്രീ ജബ്ബാർ അവിടുന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. ഈ നമ്മുടെ സ്പോർട്സ് ഗുരു പറയുന്നത്, ഞാൻ ജവഹർ ജാക്കറ്റ് ആരാധകൻ ആണ്, എൻ്റെ കയ്യിൽ കുറച്ചെണ്ണമുണ്ട്, നന്നായി ചേരുന്നു. ഈ ജാക്കറ്റ് അല്ലേ? എന്നെ ഇങ്ങനെ പുകഴ്ത്തിയാൽ ഞാൻ തളർന്നു പോകും ശ്രീ ഗുരു. ഇത് ജവഹർ ജാക്കറ്റാണ്. ഏതായാലും ഇത് താങ്കളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് നന്നായി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ല, ഞാൻ ഇവിടുത്തെ ഓഫീസിലുള്ള ജാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പൊതുവേദിക്ക് ഇതൊരു ശൈലിയാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും എൻ്റെ ഡ്രസ്സൊക്കെ ജവഹർ ഗുരു സ്പോർട്സ് ഗുരു ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഞാൻ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് രവീന്ദ്രനാണ്. കാഞ്ഞിരപ്പള്ളി എന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ രവീന്ദ്രൻ വ്യവസായവുമായോ വാണിജ്യവുമായി ബന്ധപ്പെട്ട ആളാണോ അതോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒന്നുമല്ല, സാധാരണക്കാരനാണ്. ഒന്നുമല്ല, ഒരു പാർട്ടി ഒരു കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിരിവ് വല്ലാതെ കൊടുക്കുന്നുണ്ടോ? പിരിവ് കൊടുക്കുന്നുണ്ട്. പിരിവൊക്കെ കൊടുക്കാതിരിക്കാതെ ചിലപ്പോ പിരിവിന് കൊടുക്കും. പരിചയമുള്ളവരും വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും വരുന്നത്. 100 രൂപയൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള പോലെ 50 രൂപയൊക്കെ കൊടുക്കും. നേരത്തെ എത്തിയതുണ്ടാകും, തീരുന്നില്ല, മേടിച്ച പോക്കൊക്കെ ഉള്ളൂ. നമുക്ക് വിഷയമല്ല, എല്ലാ കാര്യത്തിനും വിഷയമല്ല. ഇത് 3 പാർട്ടിക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് പൊതുവേദികളെ വിളിച്ച് പറയുന്നുണ്ട്, അവര് മേടിക്കുന്നുണ്ട് ഇവരും മേടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും സാറേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനങ്ങൾ പഴയതുപോലും ഇല്ല. ജനങ്ങളിപ്പം എല്ലാം അപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ പാർട്ടി ഓരോ പാർട്ടിയും പറയുമ്പോൾ അവർ മേടിക്കുന്നുണ്ട് ഇവരും മേടിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുന്നുണ്ട്. പക്ഷെ പാർട്ടി വളരുന്നത് എവിടെ? ഇന്ത്യൻ മഹാരാജ് പാർട്ടി ഏത് പാർട്ടിയാണ് തളരുന്നത്, ഏത് പാർട്ടിയാണ് വളരുന്നതെന്ന് ഈ സഖാക്കളാണ്, ഈ പാർട്ടിക്കാരാണ്, നേതാക്കന്മാരെല്ലാം അതറിഞ്ഞിരിക്കണം. അല്ല പരസ്പരം ഞങ്ങൾ വലിയവരെ, ഞങ്ങൾ സത്യസന്ധരാന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല. വ്യക്തമാണ്. ഏതായാലും അഭിപ്രായം വ്യക്തമാണ്. മറ്റു ചില പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ചു. രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്, കുറച്ച് ദിവസമായി വിളിക്കുന്നില്ല അല്ലേ? ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചു. അതാ കുറച്ച് ദിവസമായി വിളിച്ചിട്ട്. എന്നും വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അരമണിക്കൂറായിരുന്നപ്പോ എപ്പോഴും കിട്ടുമായിരുന്നു. ഇപ്പൊ 1 മണിക്കൂറായപ്പോ ഒട്ടും കിട്ടത്തില്ല. ബെല്ലുണ്ട് പക്ഷെ എടുക്കുന്നില്ല. അയ്യോ,
അതെന്താന്ന് വെച്ചാൽ ഓൾറെഡി ഫോൺ കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ. നമുക്ക് ഏതായാലും കിട്ടിയല്ലോ, വിളിക്കുന്നത് കിട്ടുന്നില്ല. എന്തായാലും ഇന്ന് കിട്ടിയ ഭാഗ്യം. കാരണം ഈ എന്റെ പ്രവർത്തന മേഖലയോട് ബന്ധപ്പെട്ട വിഷയമായിട്ട് കിട്ടിയത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് നന്നായി. അപ്പൊ പലരുടെ പ്രശ്നം ആശങ്ക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ CPI-യുടെ ഒക്കെ സമ്മേളനം നടക്കുന്ന സമയമാണ്, ഭയങ്കര പിരിവാണെന്നാണല്ലോ പറയുന്നത്. ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ്. ഈ ഇടതുപക്ഷത്തിലൊക്കെ ഈ അസൂയാലുക്കൾ പ്രവർത്തിക്കുവാനും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുവാനും കഴിവില്ലാത്തവന്മാർ പലതും പറയും. ഇതൊന്നും കൊണ്ട് അസൂയപ്പെട്ട കാര്യമല്ല. ഇടതുപക്ഷത്തിലെന്ന് പറഞ്ഞാൽ വളരെ പ്രവർത്തിച്ച് തഴക്കോ പഴക്കോ വന്നാലേ CPI-യിലോ CPM-ലോ മെമ്പർഷിപ്പ് കിട്ടുകയും പ്രവർത്തിക്കാനും പോകും. സമ്മേളനം നടക്കും ഡെയിലി ജനങ്ങളുടെ ഇടയിൽ. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് ഒരു വിഷയം അറിയായിരിക്കുമല്ലോ. ഇയാള് ഈ ബാബു ഇത് ചോദിച്ചത് പാർട്ടിയുടെ സമ്മേളനത്തിന് വേണ്ടി, ജില്ലാ സമ്മേളനത്തിന് വേണ്ടി പിരിവെന്നാണ്. അങ്ങനെ പിരിക്കാൻ ഈ CITU-കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ CITU എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ സംഘടനയാണ്. അവരുടെ ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കോൺഗ്രസിന്റെ BJP-യുടെ ഒന്നും കണക്കല്ല ഇത്. CPM-നും CPI-ക്കും ഒരു പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഘടക കക്ഷികളെല്ലാം തന്നെ അവരവരാൽ കഴിയുന്ന രീതിയിൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സമ്മേളനത്തിന് മൂടി കൂട്ടും. അതിനകത്ത് സംശയമൊന്നും വേണ്ട. അവരുടെ ട്രേഡ് യൂണിയൻ മേഖലകളിൽ നിന്ന് അവർക്ക് പിരിക്കാൻ അത് പാർട്ടിയുടെ പെർമിഷൻ വേണ്ട. അവരുടെ CITU-വിന്റെ പെർമിഷനും റെസീറ്റും ഉത്തരവാദിത്തത്തോടെ ആയിരിക്കും അവർ പിരിക്കുന്നത്. അത് മുതലാളിമാർ ചുമടെടുക്കുന്നവരായിരിക്കും. അവർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അവർ ഇഷ്ടത്തോടെ കൊടുക്കുന്നതാണ്. അത് ഭീഷണിപ്പെടുത്തി വാങ്ങുന്നതല്ല. സമ്മേളനത്തിന്റെ ഭാഗമാണ്. എനിക്ക് ശ്രീ രാധാകൃഷ്ണനെ വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടിയതെങ്കിൽ പെട്ടെന്നൊരു ചെറിയ വാർത്ത പെട്ടെന്ന് വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് മടങ്ങി വരാം. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ജോൺസൺ ആണ് പിടിയിലായത്. കോട്ടയത്ത് നിന്ന് ആണ് പിടിയിൽ ആയിട്ടുള്ളത്. എന്നോടൊപ്പം VV വിനോദാണ് ചേരുന്നത്. വിനോദേ, ഈ വിഷയം ആരാണ് പ്രതി എന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലായില്ല. പിന്നെ അതിനെപ്പറ്റിയുള്ള സൂചനകൾ വന്നു. പിന്നെ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പ്രതിയെ എങ്ങനെയാണ് പിടിച്ചത്, എവിടെ വെച്ചാണ് പിടിച്ചത്, ആരാണ് പിടിച്ചത്? മനു, കോട്ടയം ചിങ്ങവനത്ത് പിടിയിലായെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോഡ് സൈഡിൽ നിന്ന് പോലീസ് സംഘം സംശയം തോന്നി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിഷം കഴിച്ചിട്ടുണ്ടെന്ന സംശയമുണ്ടായി. തുടർന്നിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജോൺസനാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇയാൾ ഈ ചൊവ്വാഴ്ച കൊലപാതകം നടത്തിയ ശേഷം സ്കൂട്ടറിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് ട്രെയിൻ മാർഗം കോട്ടയത്തെത്തി എന്നാണ് കരുതുന്നത്. ചിങ്ങവനത്ത് നിന്നാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിൽ ആരാണ് പ്രതി, യഥാർത്ഥ കൊലപാതകി ആരെന്നതിൽ പോലും ഒരു സംശയമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. ഇങ്ങനെ ഒരു പ്രതി അവിടെ വന്നുപോയി എന്നത് സ്ഥിരീകരിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. എന്നാൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി തന്നെയാണ് കൊല നടത്തിയതെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. ആതിരയെ കൊലപ്പെടുത്തി ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഈ കൊലപാതകം നടത്തിയ ശേഷം യുവതിയുടെ തന്നെ സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് കടന്നു കളയുകയുമായിരുന്നു. ഏതായിരുന്നാലും കോട്ടയം ഭാഗത്തേക്കുള്ള തീവണ്ടിയിലാണ് ഇയാൾ യാത്ര ചെയ്തതെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ചിങ്ങവനത്ത് റോഡരികിൽ നിന്ന് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മനു, അപ്പോൾ ഇയാൾ വിഷം കഴിച്ചു എന്ന് വിനോദ് പറഞ്ഞല്ലോ. അത് എന്താ ആത്മഹത്യക്ക് വേണ്ടിയുള്ളൊരു ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായൊരു നീക്കമാണോ? എന്താണത് വിനോദ്? പോലീസ് എന്താ നൽകുന്ന വിവരം? അങ്ങനെ ഒരു സംശയമാണ്. ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടാണ്. പോലീസിന്റെ തന്നെ കസ്റ്റഡിയിലുണ്ട്. ഇത് തിരുവനന്തപുരത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ചിങ്ങവനത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതോടൊപ്പം തന്നെ ഇയാൾ വിഷം കഴിച്ചിരുന്നു എന്ന കാര്യം സംശയം തോന്നി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടുക്കിയിൽ പിടിയിലായി എന്ന ചില വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ കോട്ടയത്ത് ചിങ്ങവനത്ത് പിടിയിലായി എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായിരുന്നാലും മനു, വളരെ പോലീസിനെ വട്ടം കറക്കിയ ഒരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വർഷം മുൻപ് പരിചയപ്പെടുകയും അതിനുശേഷം പലതവണ യുവതിയുമായി പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിലാക്കി പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 1 ലക്ഷം രൂപ ഇങ്ങനെ നേരത്തെ വാങ്ങി പിന്നീട് ചെറിയ ചെറിയ തുകകൾ വാങ്ങുന്ന രീതി ഉണ്ടായി. കുടുംബത്തെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇതിൽ വഴങ്ങാത്തതിനെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിനും 2 ദിവസം മുൻപ് കഠിനംകുളത്തിന് സമീപം പെരുമാതുറയിൽ ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം താമസിക്കുകയും ചെയ്തു. ആ ലോഡ്ജിൽ നിന്ന് കത്തിയുമായി കഠിനംകുളത്ത് യുവതി താമസിച്ചിരുന്ന വീട്ടിലേക്ക് പ്രതി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കൊല നടത്തുന്നു. യുവതിയുടെ ഭർത്താവ് രാജീവ് പുലർച്ചെ 5 മണിക്ക് സമീപത്ത് തന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോകും. അവിടുത്തെ പൂജാരിയാണ്. തുടർച്ചയായി
അദ്ദേഹം അവിടെ ജോലിക്ക് പോകുന്ന ആളാണ്, പൂജാരിയായി അവിടെ സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. 8:30 മണിക്ക്, രാവിലെ 8:30 മണിക്ക് സ്ഥിരമായി പ്രവൃത്തി ദിവസങ്ങളിൽ കുഞ്ഞിനെ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാൻ ആതിര പുറത്തു വരാറുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെ ഉള്ള വീടാണ്. ഈ കൊലപാതകം നടക്കുന്ന ദിവസവും 8:30 മണിക്ക് കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. വീട്ടിലെത്തിയ പ്രതിക്ക് ചായ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് കൊല ചെയ്യുമെന്ന ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇവർ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിന്റെ ഒരു പാതയിലേക്ക് എത്തിയിരിക്കണം. അല്ലെങ്കിൽ പ്രതിയെ ഇത്ര കണ്ട് സ്വീകരിക്കാനുള്ള ഇടയില്ല. പക്ഷെ പ്രതി തന്ത്രപൂർവ്വം അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വന്ന് പിന്നീട് കൊലപാതകം നടത്തി എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ വിനോദ്, സ്വാഭാവികമായും പ്രതി വരുന്നു, അവിടെ എത്തി ആദ്യഘട്ടത്തിൽ തന്റെ ഉദ്ദേശം ചിലപ്പോൾ വ്യക്തമാക്കി കാണില്ല, കൃത്യമായൊരു സമയം നോക്കിയിരുന്ന് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുന്നതായിരിക്കാം എന്നൊക്കെ പോലീസിന് കണ്ടെത്താം. ഏതായാലും ഈ മതിൽ ചാടി വീട്ടിനകത്ത് കയറി എന്നൊക്കെ ആദ്യ ചില സംശയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത്രമാത്രം ഒരാളെ കഴുത്തിൽ കുത്തി ഇറക്കി കൊല ചെയ്യുക എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ സാമ്പത്തിക ഇടപാടാണോ ഇതിന്റെ അടിവരയായി വന്നത്, അടിസ്ഥാന ഘടകമായി വന്നത്? മനു, 2 കാര്യങ്ങളുമാണ്. സാമ്പത്തികവുമുണ്ട്, അതോടൊപ്പം തന്നെ തന്നോടൊപ്പം വരാത്തതിലെ വൈരാഗ്യവുമുണ്ട്. ഈ 2 കാര്യങ്ങളുമാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ഈ പ്രതി. വളരെ മുൻപ് തന്നെ എറണാകുളത്തേക്ക് മാറിയിരുന്നു. എറണാകുളത്ത് വിവാഹം കഴിക്കുകയും ആ ബന്ധത്തിൽ 3 കുട്ടികളുമുണ്ട്. അതിനുശേഷം ഈ 3 കുട്ടികളായ ശേഷമാണ് ബന്ധം വേർപെടുത്തുന്നത്. ഈ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് ആതിരയുമായി ഇയാൾ അടുക്കുന്നത്. ആ ഒരു സൗഹൃദം വഴിവിട്ട നിലയിലേക്ക് പോവുകയായിരുന്നു. ഇവർ 2 പേരും അതോടൊപ്പം തന്നെ ആതിരയുടെ ഒരു വനിതാ സുഹൃത്തും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ റീൽസുകൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നീട് ഇയാളുടെ സ്വഭാവ രീതി ശരിയല്ല എന്ന് കണ്ട് ആതിരയുടെ സുഹൃത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് മാറി. എന്നാൽ ഇവർ 2 പേരും ആ ഗ്രൂപ്പിൽ തന്നെ തുടരുകയും ചെയ്തിരുന്നു. ഇതാണ് പിന്നീട് വഴിവിട്ട നിലയിലേക്ക് പോയത്. ഭർത്താവ് ഇത് മനസ്സിലാക്കുകയും എപ്പോഴുമുള്ള ഇൻസ്റ്റയിലെ ഉപയോഗം തടയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഫോൺ പിടിച്ചു വാങ്ങി, എന്നാൽ പിന്നീട് അത് തിരികെ നൽകി. ഇങ്ങനെ ഒരു ബന്ധം വഷളാകുന്നു എന്നറിഞ്ഞിട്ടും ഭർത്താവ് പിന്നീട് കാര്യമായി അതിൽ ഇടപെടുന്ന ഒരു നില ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും വധഭീഷണി ഉണ്ടായ സമയത്ത് പോലീസിൽ അറിയിക്കാമെന്ന് ഭർത്താവ് രാജീവ് പറഞ്ഞപ്പോൾ അത് ആതിര തന്നെയാണ് തടഞ്ഞത്. ഏതായിരുന്നാലും പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ആ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മനു, മാത്രമല്ല ഇയാൾ ഈ യുവതിയുടെ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു എന്നാണല്ലോ ആദ്യ വിവരം. ആ സ്കൂട്ടർ തന്നെ അല്ലേ ചിങ്ങവനത്ത് വെച്ച് പിടിയിലായി. അപ്പോൾ ഈ സ്കൂട്ടർ ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊക്കെയുള്ള ഒരു താല്പര്യം വരണമെങ്കിൽ അല്ലേ? മനു, സ്കൂട്ടർ തിരുവനന്തപുരത്ത് തന്നെ പിടികൂടിയിരുന്നു. ചിങ്ങവനത്ത് റോഡരികിൽ നിന്നാണ് പിടിയിലാകുന്നത്. സ്കൂട്ടർ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ സ്റ്റേഷന്റെ കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. അതായത് ഈ കൊലപാതകത്തിന് ശേഷം സ്കൂട്ടറിൽ സഞ്ചരിച്ച് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് ഇയാൾ ആ സ്കൂട്ടർ ഉപേക്ഷിച്ച് ട്രെയിനിൽ സഞ്ചരിച്ചു എന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെ കരുതുകയും വേണം. കാരണം ഈ ചിങ്ങവനത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളതാണ്. ആ ഭാഗത്തു കൂടി ട്രെയിൻ കടന്നു പോകുന്നതാണ്. അതിനടുത്ത് റെയിൽവേ സ്റ്റേഷനും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ട്രെയിനിൽ അവിടെ ഇറങ്ങിയിരിക്കാം എന്ന ഒരു കണക്കുകൂട്ടലാണ്. ഏതായിരുന്നാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മനു, വിനോദ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഇയാൾ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും സ്കൂട്ടർ എടുത്ത് പോകാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ അവസാന ഘട്ടമായപ്പോൾ ഇയാൾ ആത്മഹത്യയിലേക്ക്, വിഷം കഴിക്കുന്നതിലേക്ക് നീങ്ങിയത് പോലീസ് എല്ലാ അർത്ഥത്തിലും ഇയാളെ ട്രേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, പിടിയിലാകും എന്ന ഒരു ഉറപ്പ് ഇതിന് മുന്നേ, പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ ഇയാൾക്ക് ലഭിച്ചു കാണണം അല്ലേ? തീർച്ചയായും ഇയാളെ പിന്തുടരുന്നുവെന്ന് ഇയാൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ വിഷം കഴിക്കാനുള്ള ഒരു ശ്രമം പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മാത്രമല്ല ഇയാളുടെ മുൻ ഭാര്യ, ഈ ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ആതിര ഇയാളുടെ മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. അത് എറണാകുളത്താണ്, കൊച്ചിയിലാണ് അവരുടെ വീട്. അപ്പോൾ ഈ മുൻ ഭാര്യ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ബന്ധം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്ന വിവരമാണ് വരുന്നത്. ഇയാളുടെ അവിടുത്തെ പേര് തന്നെ സൈക്കോ ഔസേപ്പ് എന്ന നിലയിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. ഈ സൈക്കിക് എന്ന നിലയിൽ ഇയാളുടെ ഒരു വിളിപ്പേര് അങ്ങനെ ഉണ്ടായിരുന്നു. ജോൺ ഔസേപ്പ് എന്നാണ് അയാളുടെ യഥാർത്ഥ പേരെന്നു. അയാളെ പക്ഷേ വിളിച്ചിരുന്നത് സൈക്കോ ഔസേപ്പ് എന്ന നിലയിൽ ചില ആളുകൾ വിളിപ്പേരുണ്ടായിരുന്നു അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനു. സൈക്കോ ഔസേപ്പ് എന്നാണ് ഇയാളുടെ വട്ടപ്പേര് ഉണ്ടായിരുന്നത്. കാരണം ഇയാൾ ആ നിലയ്ക്കാണ് പെരുമാറിയിരുന്നത്. ഇയാളുടെ പക്ഷേ ഞാൻ വിനോദ്, ഈ അദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ സ്വാഭാവികമായ ആരോഗ്യരംഗവും ഇതുമൊക്കെ ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു മാനസികമായ വിഭ്രാന്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആരോഗ്യരംഗത്തുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകർക്കോ ഒന്നും ഇത് മനസ്സിലായില്ലേ? മനു, ഇതിൽ ജോൺസൺ എന്നാണ് ഇയാളുടെ പേര്. ജോൺസൺ ഔസേപ്പ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ കൊല്ലത്ത് ചെറിയ പ്രായത്തിൽ ഇയാളുടെ ജന്മനാട് കൊല്ലമാണ്. അവിടെ ആണ് ജനിച്ചു വളർന്നത്. സഹോദരി മാത്രമാണ് ഇപ്പോൾ ഈ ബളവാപുരം എന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത്. സഹോദരിയാണ്. സഹോദരിയുടെ വീട്ടിൽ ഇടയ്ക്ക് വന്നു പോവുക മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെയും നമ്മൾ കൊല്ലത്ത് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ ഉദ്യോഗസ്ഥർ ഇയാളുടെ കുടുംബ വീടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി. അവിടെയും ഇയാൾ ചില പ്രശ്നക്കാരനായിരുന്നു എന്ന ചില വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയും അവിടെ വിവാഹിതനാവുകയും 3 കുട്ടികൾ ആ ബന്ധത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആ തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വിവാഹ ബന്ധത്തിന് ശേഷമാണ് ഇൻസ്റ്റയിലൊക്കെ സജീവമാകുന്നത്. നമ്മൾ അയാളുടെ ഇൻസ്റ്റ പേജ് ഇപ്പോൾ ബ്ലോക്ക് ആണ്. പക്ഷേ 8,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. ഏതാണ്ട് 3,000-ഓളം പേരെ അയാൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. പ്രതിക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ? 10,000-ഓളം ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ ഉണ്ട്. ഇൻസ്റ്റയിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലുമായി അല്ലേ? അതെ, സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഇവ റീൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ്, അത് ഈ പറയുന്ന ജോൺസണും അതോടൊപ്പം തന്നെ ആതിരയുടെ മറ്റൊരു സുഹൃത്തും കൂടി ചേർന്ന്, ഒരു വനിതാ സുഹൃത്തും ചേർന്ന് ഇവർ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ വനിതാ സുഹൃത്ത് ഇയാളുടെ പെരുമാറ്റ രീതിയിൽ സംശയം തോന്നി അവർ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. കാരണം ഇയാളുടെ സമീപനവും ഇയാളുടെ ഒരു രീതിയും ഒക്കെ തന്നെ സാധാരണ നിലയിലുള്ളതായിരുന്നില്ല. അതിന്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാറിയത്. എന്നാൽ ആതിര അതിന് തയ്യാറായില്ല. ആ ബന്ധം തുടർന്നു. ആ ബന്ധമാണ് ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത്. ആതിര മാത്രമല്ല, ഇയാൾ ഇത് കരുതിക്കൂട്ടി നേരത്തെ തന്നെ ഈ ആതിരയെ വകവരുത്തുക എന്നൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ നേരത്തെ അവിടെ ചെന്ന് റൂം എടുക്കുന്നു. അത് കുറേ ദിവസത്തെ ഒരു പദ്ധതിയിടലിന് ശേഷമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് പോലീസിന് വ്യക്തമായി കാണും. ഏതായാലും ഇയാളെ ഇനി പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? ആദ്യം എന്തായാലും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. തുടർന്ന് റിമാൻഡിൽ ആകും. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങണം. ആ നടപടികളിലേക്കൊക്കെ പോലീസ് പെട്ടെന്ന് കടക്കും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ഇതിനകത്ത് പ്രധാനമായും ഇപ്പോൾ ഇയാളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കേണ്ടതുണ്ട്. വിഷം കഴിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇനി ആരോഗ്യസ്ഥിതി ഏത് നിലയിൽ എന്ന് മനസ്സിലാക്കി വേണം പോലീസിന് ഇതിലൊരു ഇടപെടൽ നടത്താൻ. ഏതായിരുന്നാലും കോട്ടയം ചിങ്ങവനത്ത് പിടിയിലായി എന്ന സുപ്രധാന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇയാളെ സംശയം തോന്നി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ ഇത് ജോൺസൺ ആണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പക്ഷെ അപ്പോൾ ഇയാൾ അവശ നിലയിൽ കാണപ്പെട്ടു. ഇയാൾ വിഷം കഴിച്ചു എന്ന സംശയം തോന്നി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് മണിക്കൂറുകളെങ്കിലും അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളെങ്കിലും പോലീസിനെ വട്ടം കറക്കിയ ഒരു പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു സ്വഭാവ രീതിയുള്ള ആൾ പുറത്തു നിൽക്കുന്നത് വലിയ അപകടവുമാണ്. ഇയാൾ ഒളിവിലൊക്കെ പോകാൻ സമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിയുന്നു. പോലീസിനെ സംബന്ധിച്ച് അവർ നൽകുന്ന ഒരു വിവരം ഇയാൾ പിടിയിലായി. പോലീസിന്റെ തന്നെ പിടിയിലാവുകയായിരുന്നു. വ്യക്തമാണ്. ഏതായാലും പ്രതി പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കഠിനംകുളം കൊലപാതകം തിരുവനന്തപുരം നഗരത്തെയും ഒപ്പം സംസ്ഥാനത്തെയും ഒക്കെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഏതായാലും പിടിയിലായി പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്ന സംശയങ്ങൾ കൂടി പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലും നമുക്ക് നൽകാൻ കഴിയും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.